പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്ന് ഞങ്ങൾ ചോപ്പിൽ കുളിച്ചു വന്നിരിക്കുകയാണ്. മഴ പെയ്തവരെ തോർന്നിട്ടുണ്ട്. മഴ പെയ്യോന്ന് അറിയില്ല. സപ്ന കേക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ. പണ്ട് ആകെ ഉണ്ടായിരുന്നത് തോമസ് പാല മാത്രം. ഇത് നമ്മുടെ ആ വീഡിയോ സിനു ഉജ്ജ്വല ക്ലാസ്സസ് ഇല്ലേ, അതിൽ വന്നതാ. അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളെങ്കിലും അതിന് നല്ല കമൻസാണ് മുഴുവൻ. കാരണം അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണത്. അതും എല്ലാ കുട്ടികൾക്കും പറ്റാറില്ല. പണ്ടുണ്ടായിരുന്നത് തോമസ് പാല മാത്രം. അത് എല്ലാ കുട്ടികൾക്കും പറ്റാറില്ല. ഇപ്പം എന്തെല്ലാം കോഴ്സുകൾ, അവിടുത്തെ അന്തരീക്ഷം, ടീച്ചേഴ്സിൻ്റെ പെരുമാറ്റം എല്ലാം കുട്ടികൾക്ക് ഉതകുന്ന രീതിയിൽ ഇന്നത്തെ കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. പഠിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങൾ, സഹായങ്ങൾ, കുട്ടികളുടെ വളർച്ചയ്ക്ക് ടീച്ചേഴ്സിൻ്റെ സമീപനം കൂടി ഒരു പ്രധാന ഘടകമാണ്. സിനി ടീച്ചർക്കും ഉജ്ജ്വല ടീച്ചർക്കും സ്നേഹാദരങ്ങൾ. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. കുട്ടികളും സ്ഥാപനവും നല്ലൊരു തലമുറ ഉണ്ടാവട്ടെ. അതന്നെ. അടുത്തത് മേരി ജോയ്. അജു സരിത, ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മോളുടെ കാര്യം ഓർമ്മ വന്നു. അവൾ ഇതുപോലൊരു ചെറിയ സ്ഥാപനത്തിലാണ് പഠിച്ചത്. അവൾക്ക് എന്നിട്ട് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇവരുടെ സ്ഥാപനം ഉയരങ്ങളിൽ എത്തട്ടെ. ഒത്തിരി സ്നേഹത്തോടെ. കഴിവുള്ള കുട്ടികളാണെങ്കിൽ സ്ഥാപനം ഭയങ്കര മറ്റേ അങ്ങനത്തെ വലിയ എന്താ പറയാ, പാലാ ബ്രില്യൻസാ, അങ്ങനെ കുറെ സ്ഥാപനങ്ങളില്ലേ വലിയ പേര് കേട്ടാ. അതിലേക്ക് തന്നെ പോകണമെന്നില്ല. കുറേ ഉണ്ട്. Anida P. Sarida, one big request. Please arrange a session on parenting and student discipline and kid motivation series with the teachers, please. Will be very helpful in this mobile addicted time of kids. ടീച്ചർമാരുമായിട്ടേ ഒരു സെഷൻ വെക്കാനായിട്ട് അവരൊരു ദിവസം ഇങ്ങോട്ട് വരാൻ പറയാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് സംസാരിക്കാം. അത് നല്ലത്. അവിടെ ഒരു ചോദിച്ചു നോക്കട്ടെ കേട്ടാ അവരുടെ അടുത്ത്. ഈ കമന്റ് ഞാൻ അവർക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, താല്പര്യമുണ്ടോ, അവർക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു നോക്കാം. സമയം ഉണ്ടാവില്ല ചിലപ്പോഴേ, സമയം ഉണ്ടാവും ചോദിച്ചു നോക്കാട്ടാ. അടുത്ത് അപ്പോൾ നമ്മൾ സമപ്രായമാണോ എന്ന് ഡൗട്ട്. ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അജുവിനെ സമ്മതിച്ചു. ചേട്ടൻ 2ാം ക്ലാസ്സിലത്തെ ഒരു കവിത പാടിയില്ല. സമപ്രായം. ചേട്ടൻ 69-ലാണ് ജനിച്ചത്. അജുവിനെ സമ്മതിച്ചു. ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ 1/2 ലൈൻസ് ഓർക്കുന്നുള്ളൂ. ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ് അജു. അന്നത്തെ പാഠപുസ്തകം മാറുന്നത് കുറേ കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും. ഒരു മലയാളത്തിൻ്റെ 1ാം ക്ലാസ്സിലത്തെ താറ പറ പന അതൊക്കെ കുറേ വർഷങ്ങളോളം നമുക്ക് അത് തന്നെയായിരിക്കും. മനസ്സിലായ? ഞാൻ പഠിച്ചിട്ട് പിന്നെ കുറേ ഒരു 5-6 കൊല്ലം 5-8 കൊല്ലത്തോളം അത് തന്നെയായിരുന്നു. ഞാൻ പഠിച്ച ബുക്കാന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ കൊല്ലം 10-25 കൊല്ലം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. കാരണം ഞാൻ പഠിക്കലേണ്ടി ഞാൻ പിന്നെ ട്യൂഷൻ എടുക്കാൻ പോയപ്പോൾ ഞാൻ പഠിച്ച അതേ പുസ്തകം. അപ്പൊ എനിക്കത് എന്തൊരു ഇഷ്ടമായ 7ാം ക്ലാസ് 8, 9, 10 ഒക്കെ അതേ പുസ്തകം തന്നെയാണ് ഞാൻ പഠിച്ചത് തന്നെ. അപ്പൊ എനിക്ക് പഠിപ്പിക്കാനും സുഖമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോ ആണ് മാറി ഗ്രേഡിങ് തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി കുട്ടികളുടെ കഷ്ടകാലം. നീ പഠിപ്പിച്ചത് തന്നെയായ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അല്ല അന്ന് ടീച്ചർമാര് പഠിപ്പിച്ചത് എങ്ങനെയായിരുന്നു നിനക്കറിയാലോ. അതുകൊണ്ട് അതും ഉപയോഗിക്കാലോ. മെത്തേഡും എടുക്കാം. എളുപ്പ വഴികളൊക്കെ കുറെ ടീച്ചർമാര് കുറെ ടിപ്പുകളൊക്കെ പറഞ്ഞത്, ഓർത്ത് വയ്ക്കാനുള്ള ടിപ്പുകള്, അതൊക്കെ എനിക്കും നല്ല ഓർമ്മയായിരുന്നത്. കാരണം ഞാൻ 10 കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ട്യൂഷൻ എടുക്കാൻ പോണത്. 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ 10 കഴിഞ്ഞിട്ടേ. അപ്പൊ എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് എൻ്റെതായ രീതിയുണ്ട് കുറേ കാര്യങ്ങൾ. ഞാൻ വിചാരിക്കും ഇതിനെങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കണം, ഈ സാധനം ഇങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാവുമല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്ത രീതി അതാവും. അപ്പോൾ ആ രീതിയിൽ തന്നെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും വേഗം മനസ്സിലാവും. അങ്ങനെ പിന്നെ ഒന്നുമില്ല. ഇന്ദിര വിജയൻ. അടുത്തുകൂടി പോയാൽ പാത്രം വീണാൽ അടക്കവും ഒതുക്കവും ഇല്ലെന്നർത്ഥം. ഞാൻ പാത്രങ്ങളൊക്കെ പൊട്ടിക്കണ ആളാണല്ലോ. വളരെ ശരിയാണ്. എന്നെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ചെറുപ്പത്തിൽ അമ്മാമ്മയും പറയണതാണ് അടക്കൊതുക്കല്ല. ഒന്നാമത്തെ അമ്മാമ്മ എപ്പോഴും പറയും ചാടിയിട്ട് നടക്കുള്ളൂ. പെൺകുട്ടികളായി കഴിഞ്ഞിങ്ങനെ ഞാൻ നടന്നു വരേണ്ട റൗഡികൾ നടന്നു വരുന്ന പോലെയാന്ന്. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഇവിടെ തല്ലോ നമ്മളെ, അങ്ങനെ തോന്നുന്നു. അങ്ങനെ അത്ര എന്റെ നടത്തം അങ്ങനെ പറയും. പിന്നെ ഏതാൾക്കൂട്ടത്തിൽ എന്നെ വേഗം അറിയാന്ന് എൻ്റെ നടത്തത്തിന്റെ പ്രത്യേകത കാരണം എന്നൊക്കെ പറയും. പിന്നെ അമ്മ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അമ്മ ഇങ്ങനെ നിറച്ച് ഇവിടെ തൊട്ട് ഇവിടെ വരെയൊക്കെ ചെറുതില് കുപ്പിവളകൾ ഇടില്ലേ, അത് ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക്. ഞാൻ ഇടണത് എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടമല്ല. എനിക്കൊരൊറ്റ വള ഇടണത്. എനിക്ക് അന്നും ഇന്നും ഓരോ വള ഇടണതാ ഇഷ്ടമുള്ളൂ, തടവള പോലെ. അപ്പോൾ അമ്മ വാങ്ങിച്ചു തന്നിട്ട് ഇടാൻ പറയുമ്പോൾ പിന്നെ എതിർക്കാൻ പറ്റില്ല. അപ്പോൾ ഇടും. അതിട്ട് എങ്കടാ പോയി വരുമ്പോഴത്തേക്കും എല്ലാം പൊട്ടിയിട്ടുണ്ടാവും. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൈ തട്ടിയിട്ടേ. അപ്പം അടക്കൊതുക്കല്ലേ, നിനക്ക് ഇരുമ്പിൻ്റെ വല്ല സാധനം വാങ്ങിച്ചിട്ടേരേണ്ടി വരും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ചീത്ത പറയും.
അടക്കൊതുക്കൊന്നുമില്ല. ഇനിയിപ്പോൾ വരവില്ല, ഈ പ്രായമില്ല. അടുത്തത് അശോക് വേൾഡ്. ഓന്ത് അജു ചേട്ടൻ്റെ കാലിലായിരുന്നെങ്കിൽ ആ ഓന്തിൻ്റെ കഥയും കഴിഞ്ഞാൽ ചേട്ടൻ്റെ തുള്ളലും കാണായിരുന്നു. ആരെയും കണ്ണിൽ പെടാതെ ഭാഗ്യം, ഓന്ത് ജീവനും കൊണ്ട് ഓടി. ഓന്തിനെ ഞാൻ തൊടാറില്ല ചേട്ടാ. നിതിന് പിന്നെ പേടിയില്ലേ, അതുകൊണ്ട് ഓന്തവൻ കാലുമാരുണ്ട്. അത് ചാർലി വരും നോക്കിക്കണത്. അതെങ്ങനെയാ? അതാണ് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കില്ലേ ഓന്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ഓരോ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് പ്രകൃതി അതിന് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ പഠിക്കണ സാധനമാണ് മരയോന്ത്. ഞാൻ വിചാരിക്കും ഒരു ഇതിനെന്തോരം കഴിവുകളാ, പിടിച്ചിരിക്കാനുള്ള കഴിവ്, മറ്റേ കളർ മാറാനുള്ള ഇതിനനുസരിച്ചിട്ട് കളർ മാറാൻ പറ്റും. പിന്നെ അതിന്റെ 2 കണ്ണും 2 തരത്തിൽ നോക്കാൻ പറ്റും, വേറെ വേറെ. പിന്നെ മാത്രമല്ല ഈ കണ്ണിനെ തന്നെ ഇതിനിങ്ങനെ ഓടിക്കാൻ പറ്റും. 360 ഡിഗ്രിയിൽ റൗണ്ട് ചെയ്തിട്ട് എല്ലാ ഭാഗവും ആൾക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങനെ പിന്നെ എത്ര അകലെയുള്ള ഇതിനെ വരെ നാവിനെ കൊണ്ടുപോയി നീട്ടി പിടിച്ച് മറ്റേ ഏത് സിനിമയില സ്പീഷീസാ സിനിമയില ഉണ്ടല്ലേ, അതിലങ്ങനെയാണ്. ഏലിയൻ നാവ് നീട്ടിട്ട് അതുപോലെ ഒട്ടിപ്പിടിച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ എന്തോരം കഴിവുകൾ ഈ സാധനത്തിന്. അപ്പൊ അങ്ങനെ അത്രയധികം കഴിവ്. അപ്പൊ അതിങ്ങനെ അള്ളിപ്പിടിച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അല്ലേ. അവൻ അങ്ങനെ അനങ്ങാണ്ടുന്നു. തലേബ് റോയ് പ്രണത. അജുവേട്ടൻ 2ാം ക്ലാസ്സിൽ പഠിച്ച കവിത ഒക്കെ ഓർമ്മയുണ്ടല്ലേ? കൊച്ചു കള്ളൻ. എനിക്ക് 2ാം ക്ലാസ് തന്നെ ഓർമ്മയില്ല. അടുത്തത് സവായി കുറേ നാള് നമുക്ക് കമന്റ് ഇട്ട് തുടങ്ങില്ല. തിരക്കും ബിസിയും കാര്യങ്ങളൊക്കെ ഇട്ട ആള് ഇതിലായിരുന്നു. ഇപ്പൊ വീണ്ടും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ എനിക്ക് തൃശ്ശൂര് അമ്മ വീടാണ് ഓർമ്മ വരുന്നത്. കാരണം എറണാകുളത്ത് ഇഞ്ചിക്കറി വെക്കുന്നത് ഇങ്ങനെയല്ല. പക്ഷെ രണ്ട് രുചിയാണ്. പക്ഷെ എനിക്ക് എന്നും പ്രിയപ്പെട്ടത് തൃശ്ശൂർക്കാരുടെ ഇഞ്ചിക്കറിയാണ്, നമ്മുടെ ഇഞ്ചമ്പുളി. തൃശ്ശൂർ അമ്മ വീട്ടിൽ പണ്ട് പോകാറുള്ളപ്പോൾ അവിടെ അമ്മമ്മ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന കറികളിൽ ഒന്നാണ്. എന്നിട്ട് ചെല്ലുമ്പോൾ അമ്മയോട് ഒരു ചോദ്യമുണ്ട്, നിനക്ക് പുളിയിഞ്ചി വേണടി? എല്ലാം ഇപ്പോൾ ഓർമ്മകൾ മാത്രം, ഇപ്പോൾ ഒത്തുചേരുന്നത് ചുരുക്കം. ചാർലിയും റാനും അതിൻ്റെ ഇടയിലിട്ടാ. മുതലാളി, ഞങ്ങൾ ഓന്തിനെ ആക്രമിച്ചതല്ല, പോകാൻ വഴി കാണിച്ചു കൊടുക്കാൻ സഹായിച്ചതാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് പാളി. അത് തൃശ്ശൂർ ഇഞ്ചമ്പുളിനെ നമ്മളിപ്പോ ഇഞ്ചമ്പുളിനെ ഒരു വിലയില്ലാത്തൊരു സാധനം പറയും, ഇഞ്ചമ്പുളിയുടെ ആവ് എന്ന് പറയും. പുളിഞ്ചി എന്നല്ല ശരിക്കുള്ള വാക്ക്, ഇഞ്ചമ്പുളി എന്നും പറയും. ഇഞ്ചമ്പുളി, അതായത് ഇഞ്ചിപ്പുളിയാണ് ഇഞ്ചമ്പുളി, നമ്മളത് ഇഞ്ചമ്പുളി എന്നാക്കി. അപ്പൊ ഓരോരുത്തരെങ്ങനെ പറയേ, ഒരു വിലയില്ലാത്ത ഒന്നിനും കൊള്ളാത്തതെന്നൊക്കെ പറയണേനെ കിഴങ്ങൻ എന്നൊക്കെ പറയില്ലേ, കിഴങ്ങൻ മണ്ണുണ്ണി എന്നൊക്കെ പറയില്ലേ, ഇഞ്ചമ്പുളിയുടെ ആവ് എന്ന് പറയും. ഇപ്പൊ ഇല്ലാട്ടാ, അതൊരു കാലഘട്ടത്തിലായിരുന്നു. 10-20 കൊല്ലം മുന്നൊക്കെ ആ വാക്കുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഒക്കെ മാറി. ഇപ്പൊ നമുക്ക് തന്നെ അറിയില്ല എന്തിട്ടൊക്കെ വാക്കുകൾ. നമ്മളിങ്ങനെ ഓരോരുത്തർ ചുള്ളൻ അങ്ങനെയൊക്കെ പറയില്ലേ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ബ്രോ, മറ്റേ മച്ചു, മച്ചാൻ, അണ്ണൻ, അണ്ണനൊക്കെ ഇവിടെ ഉള്ളവരും വിളിച്ചു തുടങ്ങി. ഇങ്ങനെ കൂട്ടുകാരന്മാരെ അണ്ണൻ, പിന്നെ കൊച്ച്, അല്ല പെൺകുട്ടികളെ കൊച്ച് എന്ന് കൊച്ചേ എന്നൊക്കെ വിളിക്കില്ലേ. അതൊക്കെ തൃശ്ശൂക്കാര് അങ്ങനത്തെ ഒരു അങ്ങനെ വിളിയേ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പൊ ഇവിടുത്തെ പിള്ളേരുടെ ഇടയിൽ അങ്ങനത്തെ വിളിക്കേ. ആനി ഏലിയാസ്. 82-83 കാലഘട്ടത്തിലും എറണാകുളം സൂപ്പറായിരുന്നു. വേസ്റ്റ് വെള്ളം കായലിലേക്ക് ഒഴുകുന്ന ഏതെങ്കിലും ചെറിയ തോടിന്റെ കരയിലൂടെ നടന്നിട്ട് എറണാകുളത്തെ മൊത്തമായി മോശക്കാരനാക്കിയത് ശരിയായില്ല. ഇപ്പോഴും നാറ്റം വരുന്ന ചില തോടുകൾ എറണാകുളത്തുണ്ട്. ഉദാഹരണം പേരണ്ടൂർ കനാൽ എന്ന് വെച്ചാൽ എറണാകുളം മോശമാകുമോ? ഞങ്ങള് എറണാകുളം മോശമാണെന്ന് പറഞ്ഞില്ലേ? ഇവര് നിങ്ങൾ എപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിങ്ങൾ പോയതല്ലേ? അപ്പൊ എറണാകുളം എന്ന് പറഞ്ഞിട്ട് ഇവരെ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കിയിട്ടുണ്ടോ? അല്ല, എറണാകുളത്ത് തന്നെ പോയിട്ട് ഞങ്ങൾ നടന്നു പോയി ടൗണിൽ നടന്നില്ല എന്ന് പറഞ്ഞേ, മനസ്സിലായേ? ഓരോ ചാലിന്റെ കൂടെ നടന്നിട്ട് എറണാകുളത്തിന് കുറ്റം പറഞ്ഞിട്ട് വരില്ല. കാരണം നിങ്ങൾ പോകണ്ടല്ലേ. കുറച്ച് കമന്റ്സ് ഉണ്ട് അങ്ങനത്തെ, ഞാൻ വായിക്കാം. റഹീന. തിങ്കളും താരങ്ങളും കേട്ടപ്പോൾ ഒരുപാട് പുറകിലേക്ക് പോയി. സരിത എന്നെ കൊണ്ടുപോയി. ഒന്നും പറയാനില്ല, വല്ലാത്തൊരു ഫീൽ. അടുത്ത് രാസിലുലു. ഓണം വന്നു എല്ലാവരും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി. ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാവർക്കും അത്തമാശംസകൾ. ദത്തത്തിന്റെ നിട്ട വീഡിയോ. അനിത കെ. അജു സരിത, ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഓണസദ്യയിൽ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കാറില്ല. ഇത് കാണുന്ന കാലിക്കറ്റുകാർ റിപ്ലൈ തരട്ടെ. സരിത പറഞ്ഞതുപോലെയാണ് ഞാനും. ഗ്ലാസ് പ്ലേറ്റിൽ ഒന്ന് നോക്കിയാൽ മതി, ഒപ്പം പൊട്ടും. അതുകൊണ്ട് തന്നെ പൊട്ടുന്ന ടീ ഗ്ലാസും പ്ലേറ്റും ഒക്കെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ എടുക്കാനാണെന്നും പറഞ്ഞു. അതെടുത്ത് യൂസ് ചെയ്യാത്തതിന് ഇവിടെ എല്ലാവരും വഴക്കാണ്. സരിത ഇങ്ങോട്ട് പോയി, നമുക്ക് 2 പേരും കൂടി ഒരുമിച്ച് പൊട്ടിക്കാം. നന്നായി. അതൊക്കെ എടുത്ത് ഉപയോഗിക്കി. അതൊന്നും എടുത്ത് വെക്കണ്ട, പൊട്ടട്ടെ, പൊട്ടുമുക്ക് വേറെ വാങ്ങിക്കാലോ. വിരുന്നുകാർക്കായിട്ട് മാറ്റി വയ്ക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വീട്ടിലില്ല. ഒരു വീട്ടിലും അങ്ങനെ ചെയ്യണ്ട. ചില വീടുകളിൽ ഇപ്പൊ നമ്മള് പണ്ടാണ് അങ്ങനെയൊക്കെ എടുത്ത് വെക്കുക.
പണ്ടല്ലേ ഇപ്പോണ്ടല്ലേ ആ കൊറേ നാള് മുന്നേ വരെ നമ്മൾ എടുത്തേക്കുന്നിട്ട് നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ സാധനത്തിലൊക്കെ ഭക്ഷണം കഴിക്കുക. ഈ മറ്റേ ഓർമ്മയുണ്ട് ഫൈബറിന്റെ പ്ലേറ്റുകൾ ഉപയോഗിച്ചോടത് ആകെ അതിന്റെ മോൾ ഒട്ടിച്ചേക്കണ സാധനം പൂക്കളൊക്കെ ഒട്ടിച്ചൊക്കെ ഈ ചൂടുള്ള ചോറ് പൊളിഞ്ഞു വന്നിട്ടേ പെരപെരപെരാന്നെ ആവും. അത് ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ അകത്തിന്റെ ഇടയിൽ പോണ പോലെ തോന്നും. പിന്നെ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞു, സ്റ്റീല് കിണ്ണാക്കി. ഒരു കാലത്തില് ആ സാധനം ഉണ്ടായിരുന്നു, ഫൈബറിന്റെ ആ സാധനം ഒരുവിധം എല്ലാ വീട്ടിലുണ്ടായിരുന്നു. അപ്പോഴും ഈ പൊട്ടണ സാധനങ്ങളൊക്കെ എടുത്ത ആളമാരില്ലായിരുന്നു. പിന്നെയാണ് ഏതൊരു റീൽസാ അങ്ങനെ എന്തോ വീഡിയോ കണ്ടപ്പോഴങ്ങടാണ് തോന്നുന്നുണ്ട്. റീൽസ് ഒന്നല്ല, അന്നൊന്നും റീൽസ് ഇല്ല. നമ്മൾ ഇതൊന്നും ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾക്ക് ഇപ്പം നാളെ നമ്മൾ ഉണർന്ന് എണീക്കുന്നത് നമുക്ക് ഒരു വല്ല ഉറപ്പുണ്ട്. അങ്ങനത്തെ ജീവിതമാണ് നമ്മുടെ. അപ്പം നമ്മളെല്ലാതും ഉപയോഗിക്കുക, അങ്ങനെ എടുത്തു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയട്ടെ. അപ്പം ഞാനും വിചാരിച്ചു ശരിയല്ലേ. ഇവിടെ നമുക്ക് ഇങ്ങനെ വിരുന്നുകാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. നമ്മളിവിടെ നമ്മൾ എന്താണ് ഏത് പാത്രത്തിലാണ് കഴിക്കുന്നത് ആ പാത്രം തന്നെയാണ് എല്ലാവർക്കും ഉപയോഗിക്കുക. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കബഡി കിണ്ണായിരുന്നു, കബഡി കൊണ്ടുള്ള കിണ്ണായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓട്ട് കിണ്ണ, അതിൻ്റെ തൊട്ട് മുമ്പ് ഓട്ട് കിണ്ണ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇങ്ങനത്തെ പാത്രം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റീൽ കിണ്ണം, അങ്ങനെയാണ് സ്റ്റെപ്പ് പോയി മറ്റേ അലുമിനിയം കിണ്ണം വരെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ 6 പ്ലേറ്റ് വാങ്ങിച്ചാൽ 3 പ്ലേറ്റ് അങ്ങോട്ട് ഉള്ളതെന്ന് തോന്നുന്നുണ്ട്, വലിപ്പുള്ളത്. ഇങ്ങനെ നമ്മളിപ്പോൾ പാത്രം കഴുകില്ലേ, അപ്പോൾ കയ്യിൽ നിന്ന് സിങ്കിലേക്ക് വീണാലും പൊട്ടുന്നേ. നല്ല പാത്രങ്ങളാ, ബാക്കി ആരുടെയും കയ്യിൽ നിന്ന് വീണാൽ പൊട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് വീണാൽ പൊട്ടും. എനിക്കറിയില്ല ഇതെന്ത് വില കൂടിയ പാത്രങ്ങളാണ് ഓരോന്നിൻ്റെ വില കേട്ടാ ഞെട്ടും. ഇല്ലില്ല, വില കൂടി നമ്മൾ താമസമായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വാങ്ങിച്ചോണത് 2000-3000 ഇങ്ങോട്ടുള്ള 6 പ്ലേറ്റിന്. അത് കുറെ കാലം നിന്നുട്ടോ. അത് പരമാവധി വീണുണ്ട് എൻ്റെ, പക്ഷെ അത് പൊട്ടില്ല പെട്ടെന്നൊന്നും. എന്നിട്ട് അതുപോലും ഞാൻ പൊട്ടിച്ച് തീർത്തു. 6 പോട്ടെ ഇനി കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കണം, പ്ലേറ്റുകൾ. ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ പേര് ഉണ്ടെങ്കിലേ ഇത് ആകെ 3 പ്ലേറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി സ്റ്റീൽ കിണ്ണത്തിലൊക്കെ, അല്ലെങ്കിൽ പിന്നെ എല്ലാം മുറിക്കും. അങ്ങനെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ. 6 റയർ. അജുവേട്ടൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം ഞാൻ മനസ്സിൽ ഓർക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം. എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഓർമ്മ വരുന്നുണ്ടാവും. വിദ്യ. അജുവിന്റെ കേരളപ്പഴമ പ്രശംസാവഹമാണ്. പിന്നെ ജഗ്ഗുക്കുട്ടൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങി കഴിക്കുന്ന കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. പിന്നെ സരിതക്കുട്ടി എവർ ലവിങ് ആൻഡ് മെസ്മറൈസിങ് പ്രസൻസ്, ഒത്തിരി ഇഷ്ടമായി. സന്തോഷം. അടുത്തത് സ്നേഹലത എം. 82-83 കാലഘട്ടത്തിൽ എറണാകുളം സുന്ദരം തന്നെ. ആ ടൈമിൽ ഞാൻ സെന്റ് തെരേസാസ് കോൺവെന്റിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. കോളേജിന്റെ മുന്നിൽ ചിൽഡ്രൻസ് പാർക്ക്, സുഭാഷ് പാർക്ക്, കുറച്ചുകൂടി മുന്നിലേക്ക് രാജേന്ദ്ര മൈതാൻ, ഇതെല്ലാം കായലിന്റെ തീരത്താണ്. അവിടെ നിന്ന് നോക്കിയാൽ കൊച്ചിൻ നേവൽ ബേസ്, ബോൾഗാട്ടി പാലസ്, പിന്നെ ബ്രോഡ്വേ മാർക്കറ്റ്, അങ്ങനെ ഒത്തിരി കാണാനുണ്ട് കേട്ടോ. 2-3 ദിവസം വേണം എറണാകുളം മൊത്തം കാണണേ. സുന്ദരമാണ്. 28 കൊല്ലം ഞാൻ അവിടെയായിരുന്നു. ഇപ്പോൾ അതിലും കൂടുതൽ കാണാനുണ്ട് കേട്ടോ. 2 മാസം മുമ്പ് പോയി, ഭയങ്കര മാറ്റം. ഇപ്പോൾ 33 years ഐ എം ഇൻ കോഴിക്കോട്. കത്തി. അപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്നു നന്നും. എനിക്കറിയാം. ഞങ്ങള് എറണാകുളത്ത് പോയിപ്പോ ഇങ്ങനെയായിരുന്നു ഞങ്ങള്. പിന്നെ എടപ്പള്ളി മറ്റേ പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞാ പോയേ? പിന്നെ പിറ്റേ കൊല്ലം ഞങ്ങളുടെ ഇവിടേക്ക് ഞങ്ങളെല്ലാവരും അല്ലല്ല, ഞങ്ങള് ബാലവേദിന്ന് ഞങ്ങൾ എറണാകുളം കാണാൻ പോയി. അപ്പൊ അപ്പൊ സുഭാഷ് പാർക്ക്, പിന്നെ ഹൈക്കോടതി, പിന്നെ മറൈൻ ഡ്രൈവ്, പിന്നെ മറ്റേ സാധനല്ലേ ബ്രെഡ് ഉണ്ടാക്കുന്നത്, മോഡേൺ ബ്രെഡ് കമ്പനിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരെ കൂടെ പോണം, നമ്മളറിയാത്ത സ്ഥലത്ത്. അല്ലെ പിന്നെ ഇതിനെ കുറിച്ചിട്ടൊരു മാപ്പൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ കയ്യില്, ഓരോ സ്ഥലങ്ങൾ എവിടെന്നൊക്കെ. അന്ന് വെറുതെ ഇങ്ങനെ തമാശക്ക് പോയി തണ്ടി. അപ്പൊ അങ്ങോട്ട് എറണാകുളത്ത് നിന്ന് ചേച്ചി പോയി അത് പോവാ, ബസ് കയറിയാണ് പോയി. അവിടെ എറണാകുളത്ത് ചെന്ന് ഇറങ്ങി, അത്ര തന്നെ. 9ൽ പഠിക്കുമ്പോ അല്ലേ? അടുത്തതായി അല്ല, ഞാൻ വേറൊരു കാര്യം ആലോചിക്കായിരുന്നു അതിൻ്റെ ഇടയിൽ. എറണാകുളം കാണേണ്ട കാര്യം പറഞ്ഞപ്പോഴേ, എറണാകുളം ഞാൻ ആകെ കണ്ടേക്കണത് ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ, അതിപ്പോൾ ഇങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് എറണാകുളം വഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ടൗണിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കി കണ്ടല്ലാണ്ട് അങ്ങനെ എറണാകുളം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ എറണാകുളം ടൂർ പോകണം മെയിൻ സ്ഥലങ്ങളായിരുന്നു. അതായത് ഒരു 7ാം ക്ലാസ് വരയ്ക്കൊക്കെ പീച്ചി ഡാമും മലമ്പുഴ ഡാം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാവും. 8 തൊട്ടൊക്കെ ഇങ്ങനത്തെ എറണാകുളം, 9 ആകുമ്പോൾ കുറച്ചുകൂടി ദൂരത്തേക്ക് തിരുവനന്തപുരം അങ്ങനത്തെ സ്ഥലം. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് ആകുമ്പോൾ ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, അങ്ങനെ മദ്രാസ്, ഇങ്ങനെയൊക്കെ. ഞാൻ പഠിക്കുന്ന സമയത്ത് മദ്രാസ്, ചെന്നൈ ആയിരുന്നു 10ൽ നിന്ന് ടൂർ പോയ സ്ഥലം.
അങ്ങനെ ഞാനൊരു സ്ഥലത്തേയും പോയിട്ടില്ല. ചേരേട്ടനല്ലണ്ണൊക്കെ പഠിക്കുമ്പോഴേ 1980 പഠിക്കുമ്പോഴാണ് അവർ എറണാകുളത്തേക്കാണ് സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയിട്ടുള്ളത്. മാഷന്മാരെ കൂടിയിട്ട് കുട്ടികളെ ടൂർ കൊണ്ടുപോയത്. അപ്പോഴാണ് അവർ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ എറണാകുളം ഷേണൈസിൽ കണ്ടിട്ടുള്ളത്. എന്നിട്ട് അതിനെ വന്നിട്ട് അങ്ങോട്ട് എറണാകുളം ഷേണൈസിനെ പറ്റിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇവർക്ക് മതിയാവണില്ല. മഞ്ഞ് വിരിഞ്ഞ പൂക്കളിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് മതിയാവണില്ല. എറണാകുളത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ട് മതിയാവണില്ല. അത്രയ്ക്കധികം വർണ്ണിക്കില്ലായിരുന്നു ഇവർക്ക്. അതന്നെ. അപ്പൊ എറണാകുളം മാത്രമാണ്. ഇനി കത്തി അണയ്ക്കണ കണ്ടപ്പോൾ, അതായത് കത്തി മുറിച്ചുകൊണ്ട് കണ്ടപ്പോൾ കോഴിയെ തട്ടാനാന്ന് വിചാരിച്ചു. അല്ലല്ല, കോഴിയെ പരിപാടിയാക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചു. ആ കോഴീനെ തട്ടണം. അതിന്റെ ഭയങ്കര ശല്യം. അതിനെ കാലത്തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഒളിട്ടുകൊണ്ടിരിക്കും. അയ്യോ 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 എന്ന് പറഞ്ഞു രാജ്കുമാർ, എൻ്റെ അഭിപ്രായത്തിൽ 82-ലെ എറണാകുളം ഇന്നത്തേക്കാൾ മനോഹരമായ പട്ടണമായിരുന്നു. ഞാൻ തേവര കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടമാണ്. അന്ന് കൊച്ചിയിൽ ഇത്രയും തിരക്കില്ല. വഴിയിൽ മാലിന്യമില്ല, തൂങ്ങിക്കിടക്കുന്ന കേബിളുകളില്ല, അന്യസംസ്ഥാന പോക്കിരികളുമില്ല. നാടോടിക്കാറ്റ് സിനിമയിൽ ദാസനും വിജയനും സംഭവിച്ച പോലെ അജുവിനെയും കൂട്ടുകാരെയും ബസ്സിൽ കൊണ്ടിറക്കിയത് മറ്റെവിടെയോ ആണെന്ന് തോന്നുന്നു. ശരിയാ. അന്നത്തെ എറണാകുളം മനോഹരം. അന്നത്തെ എറണാകുളം മാത്രല്ല, മൊത്തം മനോഹരം തന്നെയായിരുന്നു. ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ചപ്പ് ചവറുകളും ഇങ്ങനെ റോഡ് സൈഡ് ഒന്നും തന്നെ ഇല്ലേ. വേസ്റ്റുകളും കല്യാണത്തിലല്ലേ എത്തി കഴിയുമ്പോ കൊച്ചി എത്തി എന്ന് പറയാ വേസ്റ്റ് മണം. അടുത്ത കോമളം. അജു, ഞാൻ പഠിച്ച കവിത ഐ റിമെമ്പർ മൈ ചൈൽഡ്ഹുഡ് ആൻഡ് എൻജോയ് വെരി മച്ച്. സന്തോഷം. അടുത്ത ശൈലജ ആർ പിള്ളൈ. ഹായ് അജു സരിത. ആസ്ക് വേണൂസ് ടു സ്റ്റാർട്ട് എ ബ്രാഞ്ച് ഇൻ ആനന്ദ് ഗുജറാത്ത്. വിതിൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഐ all goods will be sold. Unfortunately, one item is not sold here. The husband who loves his wife. ആ സാധനം മാത്രം അവിടെ ചെലവാവില്ല. ഹസ്ബൻഡ് വൈഫിനെ സ്നേഹിക്കുന്നവര്, ഭാര്യനെ സ്നേഹിക്കുന്ന ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കുന്ന വേറെ സാധനം അതൊഴിച്ച് ബാക്കി എല്ലാം ചെലവാകുന്നു. ഹോപ്പ് ദേ വിൽ സ്റ്റോക്ക് ഇറ്റ് സൂൺ. യു ക്യാൻ ബൈ വൺ മോർ ഇൻഡക്ഷൻ കുക്കർ ആൻഡ് പ്ലേറ്റ്സ്. വാട്ട് ഡിഡ് യു ഷോപ്പ്? ഫ്രം ആനന്ദ്. അയ്യോ, ഫ്രം ആനന്ദ് എന്ന് പറഞ്ഞാൽ ആ ചേച്ചി ഫ്രം ആനന്ദ് എന്നാണ്. അടുത്തത് നിയാസ് അബൂബക്കർ. ശരിയാണ്, ഉരുളക്കിഴങ്ങ് കറി വ്യത്യസ്തമാണ്. മുദ്ര ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്. ഉരുളക്കിഴങ്ങ് അരിയാൻ വേണ്ടിയിട്ട് ആദ്യം കത്തി അമ്മിയിൽ ഉരയ്ക്കണം. അതിനുശേഷം വേപ്പില ചാടി തല്ലി പൊട്ടിക്കണം. അപ്പോഴാണ് വ്യത്യസ്തമായൊരു കൂട്ടുകറി കിട്ടും. നേരത്തെ പറഞ്ഞ മുദ്ര ശ്രദ്ധിച്ചപ്പോൾ പിടികിട്ടി. അതാണ് വ്യത്യാസം ഉരുളക്കിഴങ്ങ് കറിക്ക്. പ്രത്യേകതയൊന്നുമില്ല, ഒക്കെ ഒന്നും തന്നെ. അതിൽ ചേർക്കണ ഐറ്റംസിന് ഒന്നും മാറ്റം വരില്ലല്ലോ. ഈ ഇഞ്ചി, വെളുത്തുള്ളി, സബോള അല്ലേ, അതൊക്കെ തന്നെ സാധനങ്ങളൊക്കെ. അടുത്തത് ഷെറീന ചല്ലത്ത്. അജു എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? എന്ത് നട്ടാലും അത് പിന്നെയും മാറ്റി കളിക്കും. സരിതയെ സമ്മതിക്കണം. ക്ഷമ ഉള്ളതുകൊണ്ടാണ് സരിത പിടിച്ചിരിക്കുന്നത്. ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ഒന്നും പറയാനും പറ്റുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അജു വിചാരിക്കുന്നത് നടക്കണം. അതെന്തിട്ടായിരുന്നു ഇഞ്ചി മാറ്റിയത്? അത് അവിടെ കടവെടുപ്പാകാനല്ല, കടക്കുന്ന പറിച്ച് അല്ല എന്താ പറയാ വലിച്ച് പറക്കല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ ആ ഉണ്ടമല്ലിയൊക്കെ മാറ്റിയതോ ഒക്കെ കട വലിച്ചു പറിച്ചതല്ലേ? ആ സെന്റുമല്ലിയൊക്കെ ഇങ്ങോട്ട് മാറ്റിയതൊക്കെ വലിച്ചു പറിച്ചതല്ലേ? അല്ല, അവർക്ക് അതിൻ്റെതായ ഞാൻ വിചാരിച്ചു ചേട്ടൻ ഇങ്ങനെയും പറയുന്നത്. അവര് അറിഞ്ഞിട്ട് പോലും ഇല്ല അവിടെ നിന്ന് മാറ്റിയത്. അടുത്തത് ഷീജ ഫിലിപ്പ്. അജു സരിത, എത്ര രസമാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കൃഷി ചെയ്യാൻ. പച്ചക്കറികളൊക്കെ നടാനും കാണാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എത്ര സമയമില്ലെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണും. ജഗുകുട്ടന് ഒരു ഉമ്മ. അടുത്തത് സന്ധ്യ ബിജു. എൻ്റെ സരിതേ, ഉണ്ടമല്ലി അല്ല, അത് വാടാമല്ലി. അത് വയലറ്റ്, പിങ്ക്, വൈറ്റ് കളറുണ്ട്. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന പാഠം ഇതിൽ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അത് വാടാമല്ലിയാണെന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ ഇവിടെ ഉണ്ടമല്ലി എന്നാണ് അതിനെ പറയാ. ഈ ഒരു ഏരിയയിൽ മാത്രം പറയണതാവാം ഉണ്ടമല്ലിന്ന്. സെന്റുമല്ലി, ഉണ്ടമല്ലി, അങ്ങനെ എനിക്ക് പറയാം. ചെണ്ടുമല്ലി എന്നല്ല പറയാം, സെന്റുമല്ലി എന്നാ പറയാ ഇവിടെ ഉള്ളവര്. അപ്പൊ ഒരു ഭംഗിയൂല കാണാനത്. അതായത് ഈ വാടാമല്ലി സാധനം ഉണ്ടല്ലോ, അതായത് മറ്റേ പർപ്പിൾ കളറിലുള്ളത്, ആ പൂവ് കുറേ നാള് നിന്ന് ഉണങ്ങുമ്പോ അത് വിത്തായിട്ട് മാറില്ലേ, അപ്പൊ വെള്ള കളറായിട്ട് മാറും. അപ്പൊ അതുപോലെ ഇത് നിക്കണേ. വയലറ്റ്, പിങ്ക്, വൈറ്റ് കളറുണ്ട്. ഒരു പക്ഷി കുഞ്ഞിന്റെ മരണം എന്ന പാഠം മലയാള എക്സാമിന്റെ തലേദിവസം ഞാൻ എൻ്റെ മോന് വായിച്ചു കൊടുത്തു. അവന് മലയാള ടെക്സ്റ്റ് ഞാൻ വായിച്ചു കൊടുക്കും. പലതും വായിക്കുമ്പോൾ നല്ല രസം തോന്നും, പക്ഷെ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. ഇത് ഇവരെങ്ങനെ അവതരിപ്പിച്ചാവോ? നാടകമായിട്ട് അവതരിപ്പിച്ചാലും ഒരാൾക്കൊട്ട് മനസ്സിലാവൂല. നമ്മള്
അവരെ കുറ്റം പറയലട്ടാ, അവരൊക്കെ ഭയങ്കര ലെജൻസ് ആണ്. ജി ശങ്കരപ്പിള്ള സാറും വയലാ വാസുദേവപിള്ള. ഇന്നലെയാണ് വയലാ വാസുദേവപിള്ള സാറിന്റെ ഓർമ്മ ദിനം, മരിച്ച. അതെ അല്ലേ, ഇന്നലെയായിരുന്നു. പക്ഷെ നമ്മളൊരു ക്രിയേഷനോ എന്ത് സാധനം ആയിക്കോട്ടെ, ഒരു സാധനം ചെയ്യുമ്പോൾ അത് കാണുന്നവർക്ക് ആസ്വദിക്കാനും മനസ്സിലാവണം അതെന്തൊരു സംഭവം എന്നുള്ളത് അല്ലേ. എന്നാലല്ലേ അത് കാര്യമുള്ളൂ. നമ്മൾ അങ്ങനെ ഉണ്ടാക്കണോണ്ട് കാര്യമുള്ളൂ അല്ലേ. ജി ശങ്കരപ്പിള്ള സാറിന്റെ അവതരണം ഭ്രാന്താലയം എന്ന് പറഞ്ഞ നാടകം കേരളം മുഴുവൻ കളിച്ചിട്ടുണ്ട്. കണ്ടമാനം പേര് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് വിജയിച്ചിട്ടില്ല, എവിടെയും വിജയിച്ചിട്ടില്ല. ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ എന്നിട്ട് അത് വായിച്ചപ്പോ മനസ്സിലായി. അത് മനസ്സിലായത് എന്താണോ അതിലേക്ക് കൊണ്ടുവന്നു. അതിനെ സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവന്നു. അപ്പൊ ആ നാടൻ കഴിഞ്ഞ വശം വർഗീസ് മാഷ് കൈ തന്നിട്ട് പറഞ്ഞത് അതാ, നിങ്ങൾ ഇതിനെ ജനങ്ങൾക്ക് മനസ്സിലാവണ പോലെ ആക്കി, ജനകീയമായി അങ്ങനെ ആക്കി എന്ന് പറഞ്ഞു. അത് കാണാൻ വന്നിട്ടുള്ള മുഴുവൻ നാടകക്കാരായിരുന്നു. അതാണ് രസം. കാരണം ഇത് ഒരിക്കലും എവിടെയും ചെയ്ത് വിജയിക്കാത്തൊരു സാധനത്തിനെ അജു എന്തൊട്ട് ചെയ്യാൻ പോണേ എന്ന് കാണാൻ വേണ്ടി. മഴ ചേട്ടാ അതാ അതിലാണ് സരിത ഒരു 16 മിനിറ്റ് കൊറേ വട്ടം പറഞ്ഞിട്ടുള്ളതാ. പറയണേ ഞാൻ പറയറി, എനിക്ക് നല്ല ദണ്ണുണ്ട്. എനിക്ക് കൈയടി കിട്ടിയാനാണോ? പലതും വായിക്കുമ്പോൾ ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വായിച്ചു കഴിഞ്ഞ് മോനോട് പറയുകയും ചെയ്തു ഒരു രസമില്ലാത്ത കഥയാണെന്ന്. അവനും അത്ര പഠിച്ചില്ല. ഞാനും അവനും കൂടി TV-യിലാണ് വീഡിയോ കണ്ടത്. ആ ഇഞ്ചി ഇരുന്ന സ്ഥലം തന്നെയായിരുന്നു നല്ലത്. ഇനി എപ്പോഴാണാവോ അവിടെ നിന്ന് മാറ്റുന്നത്. ചുണ്ടങ്ങിയുടെ കഥ കൊള്ളാം, കേട്ടപ്പോൾ ചിരിച്ചുപോയി. ചേട്ടനുമായി താരതമ്യം ചെയ്ത് എന്ത് രസമായിട്ടാണ്. അടുത്തത് വിഘ്നേഷ് വയലിൻ. IT ലൈഫിൻ്റെ ഇടയിൽ നിങ്ങളുടെ വീഡിയോസൊക്കെയാണ് നേരം പോക്കുന്നത്. ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഇത് കാണുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ശ്രീകല ഷാബു, ചെണ്ടുമല്ലി തലം മുറിച്ച് നടുമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ നട്ടിട്ട് പൂണ്ടായി. ലേ ഇഞ്ചി, എനിക്ക് തെങ്ങിൻ ചോട്ടിലേക്ക് ട്രാൻസ്ഫർ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോൾ ആവും സരിതേ. അതിൻ്റെ അല്ലേ ആയിരിക്കും. അടുക്കളത്തോട്ടം കാണുമ്പോൾ സന്തോഷം. ഞാനിപ്പോൾ അത് മരുന്ന് കഴിച്ചിട്ടോ അതിനെ കുറച്ചാലും കരൾ അതിനെ എന്നോട് ഡോക്ടർ പറഞ്ഞ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. മരുന്ന് കഴിച്ചതാക്കിയാലും കരൾ പിന്നെയും ഉൽപ്പാദിപ്പിക്കുന്നു. അത് ശരീരത്തിന് ആവശ്യമുള്ളതാണ്. ചിത്ര ഗോൾട്ടൻ, ടുഡേയ്സ് വീഡിയോസ് ഡിഫറെൻറ്റ്. അജു ഡിഡിൻറ്റ് പ്ലാൻ എനിത്തിങ്. Story telling about the drama was interesting. I was laughing with Sarita. Most of all, today only I heard Aju talking so much in the video. പക്ഷി കുഞ്ഞിൻ്റെ മരണമൊക്കെ അല്ല, അവന് പഠിക്കാനുള്ള പാടല്ലായിരുന്നേ. പിന്നെ അവനല്ലേ ക്യാമറ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ക്യാമറയുടെ പിന്നിൽ നിന്നിട്ട് ആൾ വർത്താനം പറഞ്ഞു. ഐ എം ഓൾസോ വെയിറ്റിംഗ് ടു സീ ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ദോസ് ജിഞ്ചർ പ്ലാന്റ്സ് ഇൻ ദ ഗ്രോ ബാഗ്സ്. അതൊരിക്കലും കാണാൻ പറ്റില്ല. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഇവിടുത്തെ ചെടികൾക്കില്ല. അവസാനമായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് വീണ്ടും മാറും. ഇല്ലേ? മണികണ്ഠൻ നായർ, അജയുടെ സംസാരം സരിതേച്ചിയുടെ ചിരി ഉഗ്രൻ. നല്ല രസമുള്ള മുഹൂർത്തം സമ്മാനിച്ചൊരു വ്ളോഗ് തന്നെ. സന്തോഷം. അടുത്ത ആദർശ് പണിക്കർ, കൊള്ളാം. മഴയുടെ മനോഹാരിത, എന്നാലും നനുത്ത തണുപ്പുള്ള അന്തരീക്ഷം, ഒപ്പം മനോഹരമായ അല്ലെങ്കിൽ രുചിയുടെ മഹാത്മ്യത്തോടെ മെനഞ്ഞെടുത്ത മീൻകറിയുടെ രുചിഭേദങ്ങൾ. ഒരു ആൽക്കഹോളിക് വെതറാണല്ലോ അജു ഏട്ടാ. പിന്നെ കാഴ്ചക്കാരൻ മനസ്സിലൂടെ ചിത്രങ്ങൾ ഓടിച്ചു കേൾക്കാൻ പറ്റുന്ന കഥകൾ. അവതരണ ശൈലിയുടെ തനത് ഭാവം കൊണ്ടാവാം അജുവേട്ടൻ ഇത് കഴിയുന്നത്. പ്രത്യേകിച്ച് താങ്കളുടെ ഉള്ളിൽ ഇനിയും പുറത്തു വരാൻ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ, അതുമാവാം. പിന്നെ സരിതയുടെ പാട്ട് മനോഹരമായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം ഒരു മനോഹരമായ ഗാനം കേട്ടു സരിതയുടെ വക. സന്തോഷം, അഭിനന്ദനങ്ങൾ. വീഡിയോ ദൃശ്യഭംഗിയോണ്ടും വളരെയേറെ മികവുറ്റതായിരുന്നു. പിന്നെ പ്രിയപ്പെട്ട ജഗ്ഗുവിനും അഭിനന്ദനങ്ങൾ. മഴ തലയിൽ കൊള്ളണില്ല. അഭിനന്ദനങ്ങൾ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത മനോഹര വർണ്ണക്കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. ആൽക്കഹോളിക് വെതർ എന്ന് പറഞ്ഞിട്ടാ മഴ പെയ്യുമ്പോ പറയണതാണ്. നല്ല ആൽക്കഹോളിക്. ചിലവർക്ക് ഈ തണുപ്പടിക്കും. ഇവിടെ ഇരിക്കുന്നു നമ്മുടെ മേലെ എന്തോരം മരത്തിന്റെ ചില്ലകളാ. പെട്ടെന്നൊന്നും നമ്മുടെ മേല് വെള്ളം മഴ കൊള്ളില്ല. എണീക്കണ മഴ കൂടും. നോക്കാം. അടുത്ത് സിനി സെബി. ഹായ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം. ഞാനിവിടെ പറഞ്ഞു നിങ്ങൾ ഫോൺ വാങ്ങി കൊടുക്കുമെന്ന്. കാരണം നിങ്ങൾ വലിയ വായിൽ പറഞ്ഞു നടക്കില്ല, ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും. ആരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. ചെയ്യുന്നത് നല്ല മനസ്സിൽ ചെയ്യും. അതാ അജു ചേട്ടനും സരിതക്കുട്ടിയും. നല്ലത് വരട്ടെ. ചേട്ടൻ, അനിയത്തിക്കുട്ടി, പിന്നെ ജഗ്മോൻ, ഒരുപാട് ഇഷ്ടം, സ്നേഹം. ഇത് നമ്മുടെ ഇബ്രാഹിമിക്കയ്ക്ക് അതിൽ മുഴുവൻ അങ്ങനത്തെ കമൻസാണ് കേട്ടാ. മീന ശ്രീധരൻ, നല്ല കാര്യം. ഇല്ലാത്തവന് കൊടുക്കുന്നതാണ് പുണ്യം. നിങ്ങൾ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ബെഡ്ഷീറ്റ് നല്ല ഭംഗിയുണ്ട്. സരിതക്കുട്ടി ചേച്ചി പറഞ്ഞ പാട്ട് പാടി തന്നില്ല. ദേവദാരു പൂത്തു. മോൾ പാടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ്. പാടും എന്ന് കരുതട്ടെ. ഞാനൊരു
ഇതിൽ പാടിയിട്ടുള്ളതാ. അപ്പൊ ഇപ്പൊ മേലിക്ക് വെള്ളം വീണോടിക്കുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല, മഴ നിന്നു, അവിടെ നിന്നു. നിഴലും പൂനിലാവുമായി ദൂരെ നിന്നു ശശികല, നിഴലും പൂനിലാവുമായി ദൂരെ നിന്നു ശശികല, മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി, ഈഴകുള്ളൊരു തേരിൽ എൻ്റെ ഗായകൻ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂത്തു നിശീധിനിയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നല്ല രസമുള്ള പാട്ട് പാടുന്നത് കേൾക്കാനായിട്ട്. ഇങ്ങനെ ഇപ്പം നമ്മൾ അതിൽ കേൾക്കണ പോലെയില്ല, എനിക്ക് കേൾക്കുമ്പോഴേ ഭയങ്കര രസം അത് കേൾക്കാനായിട്ട്. അടുത്ത വായിച്ചോ. അപ്പം അങ്ങനെ 2 കമൻറ്റ് മാത്രം അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ നമ്മളോട് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കമൻസാണ്. അടുത്തത് സതീശൻ TP. സരിതേ, അച്ഛനും അച്ചാച്ചനും അടിപിടിയായി എന്ന് പറയരുത്, വഴക്കായി എന്ന് പറയണം. അച്ഛനും അച്ചാച്ചനും കൂട്ടത്തല്ലൊന്നും നടത്തിയിട്ടില്ലല്ലോ, കയ്യാങ്കളിയൊന്നും ആയിട്ടില്ല. ചില ഈഗോ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഒരു ഇതിൽ അച്ചാച്ചൻ പോകാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ അച്ചാച്ചനും അമ്മാമിക്കെന്ന് പറഞ്ഞാൽ 8 മക്കളാണ്, 4 ആണും 4 പെണ്ണും. അച്ഛനാണ് ആണുങ്ങളിൽ ഏറ്റവും താഴെ. 3 വല്യച്ഛന്മാരും കല്യാണം കഴിഞ്ഞ് അവർ വീട് മാറി. മൂത്ത വല്യച്ഛനൊക്കെ കുറേ നാളുണ്ടായിരുന്നു. മൂത്ത വല്യച്ഛനോട് മാറി താമസിക്കാൻ പറഞ്ഞിട്ട് പോയതാ പാവം ശിവശങ്കര വല്യച്ഛൻ. കാരണം എന്താ വെച്ചാൽ ഇവിടെ 8 മക്കള്. വല്യച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ് പടപടപടപടാന്ന് തന്നെ വല്യമ്മ പ്രസവിച്ച് അവർക്കും 5-6 മക്കളായി. അപ്പൊ എല്ലാവരും കൂടിയിട്ടുള്ള ഇത് അവിടെ ആ വീട് താങ്ങണില്ല, അത്രയും പേരെ. ഉൾക്കൊള്ളാൻ പറ്റാണ്ടായപ്പോ വല്യച്ഛൻ്റെ അടുത്ത് മാറി താമസിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ടാണ് വല്യച്ഛനും വല്യമ്മ മാറിയിട്ടില്ല ഏട്ടാ. മാറിയാലും പിന്നെ വല്യച്ഛൻ കുറുക്കഞ്ചേരി പോയി അങ്ങനെയുള്ള ഇതിനെങ്കിലും വന്നു തുടങ്ങും അച്ചാച്ചനും അമ്മാമേനൊക്കെ കാണാനും ബാക്കി എല്ലാവരും കാണാൻ. അത് കഴിഞ്ഞ് 2ാമത്തെ വല്യച്ഛനും 3ാമത്തെ വല്യച്ഛനും കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവരൊക്കെ മാറി. അവരൊന്നും തീരും വരാറില്ല. പിന്നെ അമ്മായിമാരെയൊക്കെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ പിന്നെ അച്ഛൻ കല്യാണം കഴിച്ചു. അപ്പം അച്ഛൻ മാത്രമായിരുന്നു പിന്നെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ താഴെയുള്ള മോനാണ് തറവാട്ടിൽ അച്ഛനെ അമ്മേനെ നോക്കണ്ട, അങ്ങനത്തെ ഒക്കെ ഒരു കാഴ്ചപ്പാടല്ല ആ സമയം തൊട്ട്. അപ്പം അങ്ങനെ നിന്ന് കുറേ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ പോകാൻ പറഞ്ഞു. അവിടുന്ന് പോന്നു. 4 കൊല്ലം കഴിഞ്ഞു, തിരിച്ചു വന്ന് വിളിച്ചു, അങ്ങൾ തന്നെ പോയി. അതാണ്ടായ അടിപിടിയായി എന്നല്ല ഞാൻ പറഞ്ഞേ, അവർ വഴക്കായി തന്നെ പറഞ്ഞു. തല്ലുകൂടി, അവർ രണ്ടാളും തല്ലുകൂടി എന്നുള്ളത്. അടിപിടി എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടാ. തല്ലുകൂടി എന്നാ പറയണത്. തല്ലുകൂടി നമ്മള് വഴക്കിനെ തല്ലുകൂടുക എന്ന് പറയും. തല്ലുണ്ടാക്കുക, അടിക്കണേനെ മാത്രല്ല കേട്ടാ. അതാ തല്ലുകൂടി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാവും. അടുത്ത് ശ്യാം കുമാർ. അജുവേട്ടാ, ഒരു സംശയം, ശരിക്കുമുള്ള പൂട്ടും താക്കോലും നിങ്ങൾ എന്താ പറയുന്നു? പൂട്ടും താക്കോലും തന്നെ പറയും. അടുത്തത് ഷാജി ജോർജ് തോമസ്. പണ്ടേ 80s ചലച്ചിത്ര ഗാനങ്ങൾ റേഡിയോയിൽ കേൾക്കുവാൻ നോക്കിയിരിക്കും. അത് സൺഡേ ആഫ്റ്റർനൂണിൽ സരിത നല്ലവണ്ണം പാടി. യൂട്യൂബ് പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും ആക്കണ്ട. അല്ല സോറി, യൂട്യൂബ് എന്തിട്ടേക്ക് ഞാൻ വായിക്കണത് മംഗ്ലീഷ് ആയതുകൊണ്ടേ. യു ബി പോസിറ്റീവ്, എൻ്റെ അടുത്ത് ബി പോസിറ്റീവ്. ഡെസ്പ് ഒന്നും ആകണ്ട. എവ്രി ഡേ ഐ എം വാച്ചിങ് യുവർ വീഡിയോ ഫസ്റ്റ് ദെൻ ഓൺലി അതേഴ്സ്. അതുപോലെ ലിസി റിച്ച പറഞ്ഞിട്ടുണ്ട്. അജു പ്ലീസ് പൂട്ട് എന്ന് പറയാതെ പുട്ട് എന്ന് പറയൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഡോളി എഡിസൺ. ക്യാരറ്റും കുക്കുമ്പറും തന്നെ ഇയാൾ എന്താ റാബിറ്റ് ആണോ? ഞാനും രാത്രി ചോറ് തിന്നാറില്ല, പക്ഷെ മറ്റുള്ള സാധനങ്ങൾ ചപ്പാത്തി, ഇഡ്ഡലി, ദോശ അങ്ങനെ പലതും വളരെ കുറഞ്ഞ അളവിൽ കഴിക്കും. ജീവിതം ഒന്നല്ലേ ഉള്ളൂ സരിത കുഞ്ഞേ. ഞാൻ കരുതി കൂട്ടിയിട്ട് ചോറ് കണ്ടിട്ട് കൊതിയായിട്ട് അത് കഴിക്കാണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ കഴിക്കണമൊന്നുമില്ല. ഇപ്പം ഞാൻ ചോറടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ നല്ല കൂട്ടാനാണ്, ഉച്ചയ്ക്ക് ചിലത്തെ കൂട്ടാൻ ബാക്കിയിരിക്കുന്നുണ്ട്, ചോറും ഉണ്ടെങ്കിൽ ഞാൻ ചോറ് ഉണ്ണും. കുറച്ച് ചോറ് കഴിക്കുള്ളൂ, എനിക്ക് അത്രയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വയറ് നിറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 53 എത്തിയതിന് ഞാൻ 49, 50 എത്തിച്ചു. ഇനി അതിനേക്കാളും കുറയ്ക്കണ്ട എൻ്റെ വെയിറ്റ്. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കും.
അടുത്തത് തോമസ് മംഗലം. നമസ്കാരം ഉണ്ട് കേട്ടാ. ഇപ്രാവശ്യം മഴയുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഈ മഴ ഇങ്ങനെ പെയ്താൽ കൊള്ളാല്ലേ? ഒരു മെഗാ സീരിയലിന് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പറ്റിയ പേര്. ഈ മഴ ഇങ്ങനെ പെയ്താൽ. അതെ, ഒരു ദിവസം ചോറും മീൻകറിയും, പിറ്റേ ദിവസം മീൻകറിയും ചോറും, ഇങ്ങനെ മാറി മാറി കഴിച്ചാൽ മടുപ്പ് തോന്നില്ലേ അജു? അല്ല, ഈ ചവനപ്രാശം കഴിച്ചാൽ തടി വയ്ക്കുന്ന ആരാ പറഞ്ഞേ? നിങ്ങൾ ആയുർവേദ ഡോക്ടറോടും ചോദിക്കുക കേട്ടാ. ചവനപ്രാശം കഴിക്കുന്നത് നല്ല വിശപ്പുണ്ടാകാനാണ്, അല്ലാതെ അത് മാത്രം ദിവസം 3 നേരം കഴിച്ച് തടി കാത്തിരുന്നാൽ ഇരിപ്പുണ്ടാവും. ചേട്ടൻ പറഞ്ഞല്ലോ നിന്റെ ഉത്തരം ഉണ്ടല്ലോ. ഇത് കഴിക്കുമ്പോൾ നല്ല വിശപ്പുണ്ടാവില്ലേ? അപ്പൊ വിശക്കുമ്പോൾ നമ്മൾ ചോറിനില്ലേ? അപ്പൊ നമ്മൾ തടി വെക്കില്ലേ? അതാണ്. അബ്ദുൾ അലി. അജു, നല്ലവണ്ണം ഭക്ഷണം കഴിക്കണം, തടിയെല്ലാം പോയല്ലോ. സരിത അതെ, ഭക്ഷണം ക്യാമറാമാനും കൊടുക്കുക. നിതിൻ ബോയ്. നിതിന്റെ മുഖം കാണിക്കുമോ? അജു സരിത. അലിക്ക മലപ്പുറം. അലിക്കയ്ക്ക് സങ്കടം വന്നു അജുവിന്റെ തടി പോയതിൽ. തടി എത്ര മതി, വല്ലാണ്ട് തടിയാ വേണ്ടിയ ഭേദം. തടി കൂടിയിട്ട് എന്തിനാണ്? ഇതിപ്പോൾ ഓടി നടന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. തടി കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും പറ്റില്ല അലീക്ക. അടുത്തത് ഷാജി ജോർജ് തോമസ്. സരിത, ഐ ലൈക്ക് യുവർ സിംഗിങ്, കണ്ടിന്യൂ വിത്ത് കോൺഫിഡൻസ്. അതും പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ കോരിത്തിരിക്കും. എൻ്റെ ചെറുപ്പകാലത്തിലെ പാട്ടുകൾ ഞാനും മൂളി പാടിക്കൊണ്ടിരിക്കും. ലവ് യു ഗൈസ്. അത് പാടും. പിന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്നവർക്ക് ഞാനൊരു ഡിസ്ക്ലെയിമർ കൊടുക്കുന്നതാണ്. കുറച്ച് സമയത്ത് ഈ എൻ്റെ പാട്ടുണ്ടാവും, മാറ്റിക്കോന്നേ. ഇഷ്ടമില്ലാണ്ട് ഇനി കേട്ടിരുന്നിട്ട് അവർക്ക് വലിയ ഇറിറ്റേഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇഷ്ടമുള്ളവരാണ് കൂടുതൽ പേര്. അപ്പം നമുക്ക് പാടാലോ. നെവിൻ ഫെർണാണ്ടസ്. അജു ചേട്ടാ, വറ്റ മീൻകറി അത് കണ്ടാൽ ഞാനൊരു വികാര ജീവിയാണ്. ഞാൻ മീൻ വാങ്ങാൻ ഫിഷ് സ്റ്റാളിൽ പോയാൽ വറ്റ കണ്ടില്ലേ, തേങ്ങ, അവിടെ ഒരു മീനും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരും. നല്ല വറ്റ കിട്ടി കഴിഞ്ഞാൽ അതെങ്ങനെ കറി വെച്ചാലും അടിപൊളിയാണ്. ഒരു ദിവസം മുന്നേ വെക്കണം, എന്നിട്ട് പിറ്റേന്ന് കഴിക്കണം. എൻ്റെ സാറേ, പിന്നെ ചുറ്റും ഒന്നും കാണില്ല എന്ന് പറയണ പോലെ ഒരു ഫീലാണ്. കുട്ടിക്കാലത്തെ പരസ്യങ്ങൾ മെയിനായിട്ടും ജീവൻ ടോൺ. അത് കഴിച്ചിട്ട് ആ പരസ്യത്തിലെ ജിമ്മനെ പോലെ ആകാൻ ആഗ്രഹിച്ച് നടന്ന കാലം. ഓരോരോ നൊസ്റ്റുകൾ. സരിതയെ പാട്ട് പൊളിച്ചു. ശരിയാ, ജീവൻ ടോൺ എന്ന് പറഞ്ഞിട്ട് അന്ന് ജീവൻ ടോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളൊരു പടം ഉണ്ടാവും. പിന്നെ ദ്രാക്ഷാകൽപ്പം. ദ്രാക്ഷാകൽപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട്. ഒക്കെ ആണുങ്ങളുടെ പടമാണ്. ഭയങ്കര ജിംന. അത് കഴിച്ചു കഴിഞ്ഞാൽ പരസ്യങ്ങൾ എന്ന് പറയുന്നത് മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കൊള്ളണില്ല, സൗണ്ട് ഉള്ളോ. ഇവിടെ മഴ, നമ്മുടെ മരങ്ങൾ ഇങ്ങനെ കൊട ചൂടിയ പോലെ ഇങ്ങനെ. പക്ഷെ ഇതില് നമുക്ക് എനിക്ക് പോണ്ടി വരും. എണീക്കേണ്ട വരെ വായിക്കാട്ടാ. അടുത്ത് ഗീതമ്മ സുഭാഷ്. നിങ്ങളെ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചെങ്കിൽ. അയ്യോ, കാണാം, തീർച്ചയായിട്ടും കാണാം. ജോൺ വർഗീസ്. ഞാനൊരു പാട്ടുകാരനാണ്, അപ്പോൾ എനിക്കറിയാം നല്ലതും ഒഴുക്കുമൊക്കെ. സരിത ഉഗ്രനായിട്ട് പാടി. എനിക്ക് 25K ആയി സ്റ്റാർ മേക്കറിൽ ഫോളോവേഴ്സ്. അതെ, നല്ല കാര്യം. ഇവിടെ ഒരു ദിവസം വരണട്ടോ, നമുക്ക് പാട്ടൊക്കെ പാടാം. അടുത്തത് രാജി KP. വീഡിയോ എല്ലാം കാണും, പക്ഷെ കമന്റ് ആദ്യമായി ഇടുന്നു. അജുവിനെ പോലെ തന്നെ നിഷ്കളങ്കയാണ് സരിതയും. ആ വാടകയ്ക്ക് താമസിച്ച കഥ. മനസ്സിൽ നന്മ ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ തുറന്നു പറയാൻ കഴിയൂ. സ്നേഹം, ഇഷ്ടം, പ്രാർത്ഥന. അത് ശരിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലത്തെ കുറച്ച് ദുരിതങ്ങളും കാര്യങ്ങളും, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഓർമ്മയുള്ളൂ. കുറെ സന്തോഷിച്ച അങ്ങനത്തെ ചിലതൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. അച്ഛനും അമ്മാമ്മയ്ക്കായിട്ടുള്ള ചില തമാശയ്ക്കുള്ള ചില അലമ്പുകൾ നടക്കും. രണ്ടുപേര് ചിരിച്ചിട്ടായിരിക്കും അങ്ങോട്ട് പറയണ്ടാവുന്നിട്ട്. അതായത് ഇപ്പൊ ചിലപ്പോൾ അച്ഛൻ എന്നെ ചീത്ത പറയാ, അല്ലെങ്കിൽ തുന്തുരുവിനെ ചീത്ത പറയുക ചെയ്യുമ്പോൾ അമ്മാമ്മ ഇടപെടും. വന്നിട്ട് അമ്മാമ്മ ഇടപെടും, നീ എൻ്റെ മോൻ എന്തിട്ടാ ചെയ്യണേ, നിന്നെ ഞാനില്ലേ എന്നിട്ട് തല്ലാൻ വരും അമ്മാമ്മ അച്ഛന്. ആ സമയത്ത് അവരെ ഓടിക്കളിയും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അതല്ലാണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച, നമ്മൾ ഭയങ്കരമായിട്ട് അപമാനിതരായിട്ട് ഇങ്ങനെ ഭൂമി ഇങ്ങോട്ട് പിളർന്ന് പൊക്കോട്ടെ എന്നൊക്കെ തോന്നുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരില്ല. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതെന്താണ്, അതെനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചില നമ്മളെ ഭയങ്കര വിഷമിപ്പിച്ച. ഞാൻ പറയാട്ടാ, അച്ഛൻ്റെ കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട്. അച്ഛനായിട്ടുള്ള ഇവിടുത്തെ അച്ഛനില്ലേ, ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഇവിടെ വന്നിട്ട് 10 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അവസാനത്തെ അച്ഛൻ്റെ 10 മാസം ഞങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങൾക്ക് അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അച്ഛൻ്റെ ഭയങ്കര അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതും ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ആ കുറച്ച് അനുഭവങ്ങൾ അച്ഛനായിട്ടുള്ള അത് പറയാട്ടെ. ഞാനത് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. ഇതുപോലെ അപമാനിക്കപ്പെട്ട കഥകളും ഒക്കെ ഉണ്ട്. സരിത അച്ഛനായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അച്ഛന് ഏറ്റവും ഇഷ്ടമാണെന്ന് പറയില്ലേ, പക്ഷേ എല്ലാവരും ഇഷ്ടമായിരുന്നു. എല്ലാവരും ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് പക്ഷെ അങ്ങനെയല്ല. അമ്മയ്ക്ക്
വലിയേട്ടനെയായിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ വലിയേച്ചീനെയാണ്. അങ്ങനെയുണ്ട് നമുക്ക് വലിയേട്ടനെ എന്താ പറയുക, അമ്മയുടെ ഈ ഹൃദയം ഇങ്ങനെ ഇങ്ങോട്ട് തുറന്നു നോക്കിയാൽ വലിയേട്ടനെ അതിൽ കാണാം. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അത് അമ്മ എന്നെ എപ്പോഴും പറയുകയും ചെയ്യും. അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വലിയേട്ടനെ കാണാണ്ട് ഇരിക്കാൻ പറ്റില്ല അമ്മയ്ക്ക്. അങ്ങനെയാണ്. അപ്പം അമ്മ ഷാൻചേട്ടൻ്റെ വീട്ടിലാണ് താമസമെങ്കിലും പോലും നേരെ വെളുത്ത കാലത്തന്നെ വലിയേട്ടൻ്റെ വീട്ടിലേക്ക് എത്തും ആള്. കാലത്തന്നെ അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടുന്ന് മൊത്തം എല്ലാ സ്ഥലത്തും കറങ്ങി അല്ല, കുളിക്കണതൊക്കെ വലിയേട്ടൻ്റെ വീട്ടിലമ്മ. കാരണം ബാക്കിയുള്ള വീട്ടിലൊക്കെ കുഴൽ കിണറുകളായിരുന്നു. അന്നൊന്നും ആരും കിണർ കുത്തിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നീട് കിണറൊക്കെ കുത്തിയ കിണർ കുത്തിയിട്ടും ഷാൻചേട്ടൻ്റെ വീട്ടിൽ കിണർ കുത്തിയിട്ടും അമ്മ പിന്നെ ഇങ്ങടെ തന്നെയാണ് കുളിക്കാൻ വന്നു തുടങ്ങും. അമ്മയ്ക്ക് കുഴൽ കിണർ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കാലത്ത് തന്നെ വലിയേട്ടൻ്റെ അവിടേക്ക് വരും കുളിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തോ ഇതൊക്കെ ഇത് നടന്ന കാര്യങ്ങൾ തന്നെയല്ലേ, ഇല്ലാത്ത കാര്യങ്ങളല്ലല്ലോ പറയണേ. ഇല്ലാത്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇരുന്ന് പറയണ ചില വീഡിയോസ് ചിലവരുടെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ടാവും, ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ നുണക്കഥകൾ ഇങ്ങനെ ഇരുന്ന് പറയാം. ഇതറിയാവുന്ന ഈശ്വരനെങ്കിലും വിചാരിച്ചൂടെ, അല്ലെങ്കിൽ വേണ്ട ഇതറിയാവുന്ന കുറച്ച് പേരുണ്ട്, അവരെങ്കിലും ഇതൊക്കെ കാണുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടെങ്കിൽ ഇങ്ങനെ ഒരു ലേശം ഉളുപ്പ് വേണ്ട ഇങ്ങനെയൊക്കെ ഇരുന്ന് മുന്നിൽ ക്യാമറയുടെ മുന്നിൽ അഭിനയിച്ച് ഇതിങ്ങനെ പബ്ലിഷ് ചെയ്ത് നാട്ടുകാരെ കാണിക്കാൻ തോന്നാറുണ്ട്. ഉള്ള കാര്യങ്ങൾ പറയണോണ്ട് എനിക്ക് കുഴപ്പം തോന്നില്ല. ഇനിയിപ്പോൾ അച്ഛനമ്മയ്ക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അവര്, കഥ അച്ഛനും മാമിയും അല്ല അച്ഛനും വഴക്കായി പോയി എന്നൊക്കെ പറഞ്ഞത്. അതിനെ അവർ കണ്ടാലാവും എന്നോട് ചോദിക്കുന്നത് എന്തുട്ടൊക്കെ നീ ഇരുന്ന് പറയണേ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കായിരിക്കും, അറിയില്ല. അടുത്ത് കിങ് നാട്ടാളൻ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ മീൻ പായസമാണോ എന്ന് സംശയിച്ചു. ഏത് മീൻ പായസം? വറ്റ മീൻ കറി കണ്ടിട്ട് പായസം തെറ്റിദ്ധരിച്ചു. നീ കണ്ണുപോയി ടെസ്റ്റ് ചെയ്യ്. ഇവിടെ കോക്ക് കണ്ടിട്ടത് അരുൺ കോക്കാണ് ഇയാള്. അടുത്ത് KA ജോയ് കള്ളിക്കാടൻ. അപ്പൊ സരിതയുടെ അച്ഛന്റെ തല മാത്രല്ല അച്ചാച്ചന്റെ തലയും നല്ല കനമുള്ളതായിരുന്നു. അടുത്ത് ലേലി ബേസിൽ. സരിതയുടെ ചെറുപ്പകാലത്തെ ആ കൂട്ടുകാരായ ദിവ്യയും അർജുൻ, മനു എന്നിവർ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടോ ആവോ, ഓർക്കുന്നുണ്ടോ ആവോ അറിയില്ല. അവർ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ പിന്നെ സോമിൽ റോട്ടിലേക്ക് ഈ അടുത്ത കാലത്ത് ഒന്നും പോയിട്ടില്ല. ഏതോ ഒരു കല്യാണം പിന്നെ വന്നിട്ട് പോയിട്ടുള്ളതാ, പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് മറ്റേ കല്യാണത്തിന് മുന്നേ. കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. ഞാനൊരു കോട പിടിച്ചിങ്ങനെ ഇരുന്നാലോ നമുക്ക് ചെറുതായിട്ട് മഴ കുടിലേക്ക് പോയാലോ? ഇനി കുടിലേക്ക് വേണ്ട, തന്നെ മതി. ഒരു മിനിറ്റ്, ഇപ്പൊ മഴ ക്യാമറ തന്നെയും എന്താ ഒരു ഡെഡിക്കേഷൻ. കൊടയും പിടിച്ചിരുന്നിട്ടാണ് നമ്മള് കമന്റ് വായിക്കണം. അതായത് കൊട ഇരുന്നിട്ടാ മാറാൻ തോന്നുന്നില്ല. മഴ പോയി, പക്ഷെ മരത്തിന്റെ മുകളിൽ നിന്നുള്ള തുള്ളികൾ വീണ്ടുണ്ട്. മഴ തോളുണ്ട്. ആ വായിച്ചോ. ഇനി വരുന്നാണ്ട് എനിക്ക് പോണ്ടേ വെച്ചിട്ട് ഈ കമന്റ് വായിക്കാൻ വിട്ടുപോയി. വായിച്ചോ. അടുത്ത സവായി. സരിത ചേച്ചി, ചാർലി വടിയെടുത്താ ഓടും, ഇമ്രാൻ വടിയെടുത്തില്ലെങ്കിലും ഓടും. ഇമ്രാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചവിട്ടിക്കെടുത്തോണ്ടായിട്ട് അവിടെ ഇട്ടുണ്ടാവും. അപ്പം ഞാൻ അവനെ വിളിക്കും. അപ്പോൾ ഓടി വരും കേട്ടാ, വിളിച്ച വശം ഓടി വരും. ആ ചവിട്ടിയാരണ്ട അവിടെ കൊണ്ടിട്ടെ ഇങ്ങനെ ചോദിച്ചാൽ മതി. ഞാൻ ചൂണ്ടി കാണിച്ചു കൊടുക്കുമ്പോൾ ആള് നോക്കും മരിക്കും. ആ ചവിട്ടിയാരണ്ട അവിടെ കൊണ്ടിട്ടെ. പിന്നെ ആളൊരു പോക്കുണ്ട് ഇങ്ങനെ തല കണ്ണ് കൃഷ്ണമണി മാത്രം ഇങ്ങനെ വരും, നമ്മൾ നോക്കും. പോക്ക് കഴിഞ്ഞിട്ടുണ്ടാവും, അറിയാവനെ. എൻ്റെ കഥ വായിക്കുന്നത് വരെ ഞാൻ ഈ കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കും. ആളെ സകല വീഡിയോൻ്റെ ഇതാണ് ഈ കമന്റ് ഇട്ടുണ്ട്. ഇബ്രാഹിം ചേട്ടന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഇനി ഞാനൊരു കഥ പറയാം. ഒരിടത്തൊരു ഗടാഗടിയനായി ഒരാൾ താമസിച്ചിരുന്നു. ആളൊരു ഗടാഗടിയനാണെങ്കിലും തികച്ചും ഒരു സാധുവാണ്. പ്രത്യേകിച്ച് പക്ഷിമൃഗാദികളോട് പ്രത്യേക സ്നേഹവും കരുതലുമുള്ള ആളാണ്. പക്ഷിമൃഗാദികളോട് സ്നേഹം കൂടുതലായതുകൊണ്ട് തന്നെ തൊലി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കും. എന്നാലല്ലേ തൊലിയും മറ്റവശിഷ്ടങ്ങളും പക്ഷിമൃഗാദികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചെടികൾക്കും ചെറിയ ചെറിയ ജീവജാലങ്ങൾക്കും ഇയാൾ ഒരു പേടി സ്വപ്നമായിരുന്നു. കാരണം എപ്പോഴാണോ ഒരു ചാക്കും കെട്ടോ മറ്റോ തലയിൽ വന്ന് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ ഓരോ ദിവസം സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുന്നേ മനസ്സിലാക്കിയ തവളയും ഫാമിലിയും സാധാരണ ഇവരുടെ രീതികൾ വിട്ടു. എന്നിട്ട് മാവിൻ്റെ ഇലയിൽ മുട്ടയിട്ടു കുഞ്ഞുങ്ങളെ വളർത്തി സംരക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം താഴെ ഏതെങ്കിലും ഒരു ചെടിയിലോ മറ്റോ മുട്ടയിട്ട് വെച്ച് പോലെ അത് തപ്പി കണ്ടുപിടിക്കാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകേണ്ടി വരും പിന്നെ എന്ന് അവർക്കറിയാം. കാരണം അത് വേറെ എവിടേക്കെങ്കിലും എത്തിയിട്ടുണ്ടാവുമല്ലോ. മാവാകുമ്പോൾ എന്തായാലും പറിച്ചു നടില്ല എന്നായിരുന്നു അവരുടെ ഏക ആശ്വാസം. അങ്ങനെ ഒരു വർഷക്കാലം തീരുന്നതിന് മുൻപേ മുട്ടയിട്ട് കുഞ്ഞുങ്ങളുമായി തവളയും ഫാമിലിയും സുരക്ഷിതമായി പാടത്തേക്ക് ചേക്കേറി. കഥ ഇവിടെ അവസാനിക്കുന്നില്ലേ, കഥ തുടരുന്നു. ഇതിലത്തെ നായകൻ, ഇതിലത്തെ പറഞ്ഞിരിക്കുന്ന ഈ ഗടാഗടിയനായിട്ടുള്ള ആളാരാണെന്ന് പറയാമോ?
ഇക്കഥയ്ക്ക് ഉത്തരം തേടുവാൻ പോരാമോ? എനിക്ക് മനസ്സിലായി. ഇല്ലാണ്ട് പിന്നെ അത് ഞാൻ തന്നെ മറ്റാരുമല്ല. എന്നെ നന്നായി പഠിച്ചിരിക്കുന്നു. അടുത്ത റിയാസ്. സരിത പഴയ വാടക വീട്ടിലേക്ക് താമസം മാറിയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തുന്തുരു ഉണ്ടാവോ ആവോ? തുന്തുരുണ്ട്. ഞാൻ 1ൽ പഠിക്കുമ്പോഴാണ് അവനെ പ്രസവിച്ചത് അമ്മ. 5.5 വയസ്സിന്റെ വ്യത്യാസമാണ് ഞങ്ങൾ. ഞാൻ 2ൽ, അവനെ 1 വയസ്സ് കഷ്ടി ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു ഞങ്ങൾ. തുന്തുരു ഉണ്ടാവോ ആവോ? അജു. അതെന്ത് തേങ്ങെങ്കിലും ആവട്ടെ, അവൻ ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും ഇവിടെ പ്രശസ്തമല്ല. നീ അത് വിട്ടേക്ക്. നീ ബാക്കി കഥ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും. 1 ടീസ്പൂൺ ചവനപ്രാശം തിന്ന കഥ പറയാനാണ് ഇത്ര വലിയ കഥയെങ്കിൽ വല്ല കോഴി ബിരിയാണിയും കോഴിക്കാല് പൊരിച്ചൊക്കെ കിട്ടിയ കഥയാണെങ്കിൽ 1 ദിവസം എടുക്കുമല്ലോ പറഞ്ഞു തീർക്കാൻ. നന്നായി നിനക്ക് ചെറുപ്പത്തിൽ ബിരിയാണി ഒന്നും കിട്ടാഞ്ഞത്. അതും പറഞ്ഞ് ചാർലിയെ അജു നീട്ടി വിളിച്ചു. ചാർലി പണ്ടാറകാലൻ വിളിക്കുന്നുണ്ടല്ലോ, എന്തിനാണോ ആവോ? ഇയാൾക്ക് വല്ല ചൊറിച്ചിലുണ്ടോ? അടങ്ങി ഒതുങ്ങി എവിടെ എങ്ങാനും ഇരുന്നാ പോരെ, പണ്ടാരമടങ്ങാൻ. എന്നിട്ട് ആ വിളി കേട്ടു. ഓ എന്താ മുതലാളി? അടുത്തത് ബിരിയാണി. അല്ല, സരിതയുടെ കാലത്ത്, ചെറുപ്പകാലത്ത് ആ സമയത്ത് ബിരിയാണി ഒന്നും ഉണ്ടാവില്ല. ബിരിയാണി 1987 ആ സമയത്ത് 88 ആ 90 ആയപ്പോഴാണ് ചെറുതായിട്ടെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ആയി തുടങ്ങിയത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബിരിയാണി ആദ്യമായി കഴിച്ച കഥ പറയാൻ പോവാൻ. അത് കുഞ്ഞു കഥ, 2 പേരുള്ളൂ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ കുഞ്ഞുമാമൻ്റെ, അമ്മയുടെ ഏറ്റവും താഴെ ആങ്ങളുണ്ട്, കുഞ്ഞുമാമൻ്റെ കല്യാണം. എൻ്റെ എൻഗേജ്മെന്റ് അല്ല, ചെക്കൻ്റെ വീട്ടിലത്തെ വിരുന്ന്. അതിന് ബിരിയാണി ആയിരുന്നു. അതെ. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം. അതെ, ഇതുപോലത്തെയാണ്. ഞാൻ 8ൽ പഠിക്കുമ്പോൾ. അപ്പൊ എത്ര? 13 വയസ്സ്. 13 എന്ന് പറയുമ്പോൾ 95. 1995 അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ്. 90 ആ സമയമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബിരിയാണിയിലേക്കൊക്കെ എത്തി തുടങ്ങിയത്. മലപ്പുറം വശത്തൊക്കെ ഉണ്ടാവും കേട്ടോ ബിരിയാണി. അവർക്കൊക്കെ ബിരിയാണി പണ്ടും ഉണ്ടാവണം. മലപ്പുറം കോഴിക്കോടൊക്കെ. നമ്മുടെ തൃശ്ശൂരൊന്നുമില്ല. അടുത്തത് സിന്ധു CK. കാറ്റ് വന്നു കള്ളനെ പോലെ, കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെ പോലെ. പ്ലീസ് സരിത ഓർ അജു സിംഗ് ഈ പാട്ട് പാടാൻ. കാറ്റ് ഇതെങ്ങനെ പാടാറ്? ഈ 2 പേര് അറിയുള്ളോ, പിന്നെ അറിയില്ല. നല്ല പാട്ടാട്ടാ, അടിച്ചിട്ട് പാടാട്ടാ. കള്ളനെ പോലെ കാട്ടുമുല്ലയ്ക്കുമ്മ കൊടുക്കും കാമുകനെ പോലെ, കാറ്റ് വന്നു കള്ളനെ പോലെ. പിന്നറിയില്ല എന്ന് പറയണത് അതുപോലത്തെ സൗണ്ടില്. ഷീല ജയപ്രകാശൻ. സരിത പാടൂ, പക്ഷെ മൂക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്, പരത്തിയാണ് പാടുന്നത്. ബാക്കിയെല്ലാം നല്ലതാണ്, ഒന്നും വിചാരിക്കരുത്. ഞാൻ പാടില്ല, പക്ഷെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പറഞ്ഞ. വിഷമിക്കേണ്ട. എന്ത് വിഷമം? എൻ്റെ പാട്ടിൻ്റെ കുഴപ്പങ്ങൾ എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ സ്വയം ചിന്തിക്കുകയാണ് ഞാൻ ഭയങ്കര പാട്ടുകാരിയാണ്. അപ്പം ആരെങ്കിലും ഇതുപോലത്തെ അതിലത്തെ കുറവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറിയാം എനിക്ക് കുറേ കുഴപ്പങ്ങളുണ്ട്. എൻ്റെ ശബ്ദം കുറച്ചൊരു എന്താ പറയുക, ഒരു മെയിൽ വോയിസ് അങ്ങനത്തെ അല്ലേ, പെണ്ണുങ്ങളുടെ സാധാരണ സ്ത്രീകളുടെ ശബ്ദം പോലത്തെ ഒരു കിളിനാദല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി പിച്ച് കൂടുതലാവുമ്പോൾ എൻ്റെ സൗണ്ട് ഫോൾസ് സൗണ്ടിലാണ് പാടണം. ഞാൻ എൻ്റെ റിയൽ സൗണ്ടിലല്ല. നമ്മൾ റിയൽ സൗണ്ടിൽ പാടണം. അത് ചെറുപ്പം തൊട്ടേ അത് തന്നെ. ആ ചെറുപ്പം തൊട്ടേ ഞാൻ ഈ ഫോൾസിൽ പാടി അങ്ങനെ ആയി. ആരും തിരുത്തി തരാൻ ഇത് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് എല്ലാവരും അവരവരുടെ റിയൽ സൗണ്ടിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഈ സൗണ്ട് തന്നെയാണ് അവർ പാടുമ്പോഴും. ഞാൻ പാടുമ്പോൾ വേറെ സൗണ്ട്. ഇതെന്തിങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട്. അന്നേ പാട്ട് പഠിച്ചിരുന്നെങ്കിൽ ആ പാട്ട് ടീച്ചർ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നേനെ ഇങ്ങനെ പാടണ്ടേന്നുള്ളത്. ഇപ്പം എനിക്കത് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ എനിക്കത് പറ്റില്ല. ഇനി പാട്ട് പഠിപ്പിച്ച് വ്യത്യാസം. അതുകൊണ്ട് ധൈര്യമായിട്ട് പാട്ടിന്റെ പോരായ്മകളൊക്കെ നിങ്ങൾ പറഞ്ഞു. എനിക്ക് സരിതയ്ക്ക് ഇനി വിഷമമായാലോ അങ്ങനെ പറഞ്ഞാൽ ഒന്നും വിചാരിക്കേണ്ട. ധൈര്യമായിട്ട് എൻ്റെ എന്ത് കുറവുകൾ നിങ്ങൾ പറഞ്ഞു. എനിക്ക് തന്നെ ഉള്ളതാണെന്ന് എനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ അംഗീകരിക്കും. അല്ലാണ്ട് വെറുതെ ഓരോന്ന് വന്ന് പറയുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടില്ല കേട്ടാ. അതുകൊണ്ട് അടുത്തത് സുമം. സരിതയുടെ കുട്ടിക്കാലത്തെ കഥകൾക്ക് നല്ല രസമുണ്ട്. ആ വീട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടാവുമോ അറിയില്ല. അടുത്തത് സിന്ധു. ജഗ്ഗുവിനെ സ്കൂളിൽ നിന്നും പോകുന്ന ടൂറിന് വിടാത്തത് ശരിയായില്ല കേട്ടോ. അജു ചെറിയ കാലത്തെ കഥകൾ ഓർത്ത് എന്തെല്ലാം സന്തോഷത്തോടെ പറയുന്നു. മോനും സന്തോഷത്തോടെ ഓർമ്മിക്കാൻ കിട്ടുന്ന നിമിഷങ്ങളാണ് സ്കൂൾ കാല വിനോദയാത്ര. വീടും പരിസരവും രാത്രി മനോഹരമായിട്ടുണ്ട്. പാട്ട് അടിപൊളി. മീൻകറി കാണാൻ കൊള്ളാം, പക്ഷെ പെരുംജീരകം ഇട്ടത് കൊണ്ട് ഇഷ്ടപ്പെടാനൊരു മടി. അതൊന്നും അറിയുന്നില്ല. പെരുംജീരകത്തിലൊരു കുത്താ മണവല്ലോന്ന് തോന്നി. സ്കൂളിൽ നിന്ന് വിടാത്തതില്ല. അതതിന്
എങ്ങടാ പോയി ടൂർ ഒരു സ്കൂളിൽ നിന്ന്? ഇക്കൊല്ലം പോയിട്ടില്ല. ഇക്കൊല്ലം വിടണം തന്നെയാണ് എന്റെ ആഗ്രഹം. ചേട്ടൻ അല്ല ഇക്കൊല്ലം ആയിട്ടില്ലേ? കഴിഞ്ഞ കൊല്ലം ഈ അന്ന് വേറെ എന്തോ കാര്യം ഉണ്ടായിരുന്നു ഇല്ലേ? നമ്മളെങ്ങോട്ട് പോവാൻ നിൽക്കുമ്പോഴായിരുന്നു അന്ന് ടൂർ പോയത്. വീഗാലാൻഡിലേക്കാണ്ടെന്ന് പറഞ്ഞത്. അവന് നമ്മളുടെ കൂടേനേക്കാളും ഭയങ്കര ഇഷ്ടം തന്നെയാ ഫ്രണ്ട്സിന്റെ കൂടെ. അതെങ്ങനെയെന്നല്ലേ, നമ്മൾ ഈ പ്രായം കഴിഞ്ഞതല്ലേ, നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അമ്മേരും കൂടെ പോണേനേക്കാളും നമ്മുടെ കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ ഈ കൊല്ലം 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലൊക്കെ എങ്ങടാ ടൂർ പോയിക്കണ സ്കൂളിൽ നിന്ന്? വീഗാലാൻഡ്. അങ്ങടാ പോയേ. അവനെനി പോണെന്ന് പറഞ്ഞിട്ടില്ല. അവൻ എന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ പോട്ടേന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും വിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അവനോട് ചോദിച്ചപ്പോ പോണ്ട, അവൻ ടൂർ പോണ്ട് എന്ന് പറയും. വന്നിട്ട് അന്ന ദിവസം ടൂർ പോകണ്ടെന്ന് പറയും. അപ്പൊ നിനക്ക് പോണോ? എനിക്കൊന്നും പോണ്ടെന്ന് പറയും. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ. അടിപൊളി. പിന്നെ മീൻകറി വെപ്പ് എല്ലാം കൂടി നല്ലൊരു വൈബ്. സരിതയുടെ അച്ഛനും അച്ഛനും തമ്മിൽ സൗന്ദര്യപ്പിണക്കത്തിൽ നിങ്ങൾ വാടകയ്ക്ക് പോയി താമസിച്ചു എന്ന് കേട്ടപ്പോൾ സങ്കടം തോന്നി. അങ്ങനെ ഒരു സന്ദർഭത്തിൽ സരിതയുടെ അച്ഛനെടുത്ത് തീരുമാനം നന്നായി. നല്ല ധൈര്യശാലിയായി അച്ഛനാട്ടാ. എന്ത് പണിയും എടുക്കാൻ തയ്യാറാണല്ലോ. എന്തായാലും അച്ഛൻ തിരിച്ചു വിളിച്ചല്ലോ. പിണക്കങ്ങൾ അധികകാലം നീണ്ടു നിന്നില്ല അല്ലേ? പിന്നെ ചവനപ്രാശിന്റെ കഥ രസകരമായിട്ടാ. പണ്ടൊരു കരിങ്കുരങ്ങ് രസായനത്തിന്റെ പരസ്യവും രസകരമായിരുന്നു. അടുത്തത് ഉമാമോഹൻ. സരിതയെ പാട്ടും പാചകവും സൂപ്പർ. ഞാൻ ഇതുപോലെ മീൻകറി വെക്കാറുണ്ട്. ഇവിടെ മീൻ നല്ല സൂപ്പർ കിട്ടും. ഫ്രഷ്. നാട്ടിലെ അപേക്ഷിച്ച് വിലയും കുറവാണ്. ജഗ്ഗു കൊച്ചുകുട്ടികളെ പോലെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ്. എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ ഉരുളയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കും. സരിതയുടെ പണ്ടത്തെ ഓർമ്മകളും പാട്ടും മഴയും എല്ലാം സൂപ്പർ. പിന്നെ ആര് പറഞ്ഞു സരിത പാടുന്നത് മോശമാണെന്ന്? പിന്നെ ചിത്രയെ പോലെ പാടാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും. എങ്കിലും തിരക്കേടില്ല. ഇനിയും പാടണം കേട്ടോ. ജഗ്ഗു ഓണം സെലിബ്രേഷൻ കളയല്ലേ കേട്ടോ. അടിച്ചു പൊളിക്കും. സ്നേഹത്തോടെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുന്നു. നമ്മൾ ജഗ്ഗുവിനെ ഓണം സെലിബ്രേഷനത്തിനൊക്കെ വിട്ടിട്ട് എല്ലാത്തിനും വിടും. ആളുകളുടെ ധാരണ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിലടച്ച പോലെയാണ്. അവൻ കളിക്കാൻ പോയി. ഇവിടെ എല്ലാവരായിട്ടും കമ്മിയുണ്ട് ജഗ്ഗുവിന്. അല്ലാണ്ട് ഞങ്ങളിവിടെ എല്ലാ വീടുകളിലും വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് പോരാ. കൊറേ സമയം വൈകി കഴിഞ്ഞാൽ അറിയാം സജീവന്റെ അടുത്ത് പെട്ടു. സജീവന്റെ അടുത്ത് പെട്ടെന്ന് പോരാവില്ല. ചിലപ്പോ സജീവൻ വിട്ടാൽ ചിലപ്പോ രാഗി വിടില്ല. രാഗി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ രാഗി വിടില്ല. ട്യൂഷന് പോയാലും അവൻ അവിടെ ട്യൂഷൻ കഴിഞ്ഞിട്ട് പിള്ളേരുകളായിട്ട് കുറെ നേരം പറഞ്ഞിട്ടാണ് വരാറ്. അല്ലാണ്ട് നമ്മള് പറയും. അങ്ങനത്തെ ദിവസം എന്നോട് പറയൂട്ടാ, അമ്മ അന്ന് നേരം വൈകും, ഇന്ന് അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടാ പോരുള്ളൂ എന്ന് പറയും. അടുത്തത് വൈജയന്തി മനോഹരൻ. ജഗ്ഗുമോനെ വിഷമമുണ്ടോ? മോൻ പോകാത്തതാണോ അത് അയക്കാഞ്ഞിട്ടാണോ? മീൻകറി സൂപ്പർ. അത്തം തുടങ്ങിയില്ലേ? പിന്നെ എന്താണ് മീൻകറി വെച്ചേ? ഇവിടെ അങ്ങനെ ഓണം 10 ദിവസം പച്ചക്കറി ആവണം അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ദിവസങ്ങൾ എല്ലാതും ഭയങ്കരമായിട്ട് നോക്കിയോടന്ത അമ്മ. ചൊവ്വയും വെള്ളി മീനും ഇറച്ചി അങ്ങനത്തെ വാങ്ങിക്കില്ല. വിശേഷ ദിവസങ്ങളിൽ ഒന്നും അങ്ങനത്തെ വാങ്ങിക്കില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 1-ാം തീയതികൾ, എല്ലാ മലയാള മാസം 1-ാം തീയതികളിൽ മീൻ ഇറച്ചി മുട്ടത്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു വീട്ടിലും അതൊന്നും നോക്കില്ല. അച്ഛനും അമ്മയ്ക്കും അങ്ങനെയുള്ള ആ പരമ്പരാഗത ഇങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ, കുറെ ആചാരം പോലത്തെ, അതിനോടൊക്കെ അവർക്കൊരു ഇതൊക്കെ എന്തുട്ടാ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. ഇവര് 6 മക്കളും അങ്ങനെ തന്നെ, പ്രീതിയച്ചും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവര് വളർന്നതും അങ്ങനെയല്ല. അപ്പൊ ഇവര് ആ രീതി തന്നെയാണ്. കഴിക്കരുത് എന്ന് പറയുന്ന ദിവസം തന്നെ ഇവര് കഴിക്കും. എന്തിട്ടെന്ന് കഴിച്ചിട്ടുണ്ടാവാന്ന് കാണാലോ. അങ്ങനെയാ. ശ്രീദേവി സുരേഷ്. മീൻകറി കാണാൻ നല്ല രസമുണ്ട്. സരിതകുട്ടി പാട്ട് നന്നായിരുന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഞാനൊരു പാട്ട് മുൻപേ പറഞ്ഞിരുന്നു, ഇതുവരെ പാടിയില്ല. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നും നീ പ്രണയപ്രവാഹമായി വന്നു. ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ പാടിയിട്ടുള്ള പാട്ട് ഇതാന്നുണ്ട്. ആദ്യമായിട്ട് പാടിയത് ഇതാണ്. ആദ്യം പാടിയിട്ടുള്ള പാട്ട് പാടത്ത് പോയിട്ട് ഹിമശൈലല്ലോ പാടിയത്. മറ്റേ പാട്ടാ പാടിയത്. മറ്റേ പാട്ട് നീ എത്ര തന്നെയാലത്തെ പാട്ട് ഏതാ ചേട്ടാ? ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു. ആ പാട്ടാണ് ഞാൻ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് പാടിയത് അല്ലേ. പിന്നെ ഹിമശൈല സൈകതൊക്കെ പാടിയിട്ടുണ്ട്. പല വീഡിയോയിലും പാടിയിട്ടുണ്ട് പണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് പാടില്ല. ഇതൊരു വീഡിയോയിൽ പാടാട്ടാ. ദയവായി എനിക്ക് വേണ്ടി പാടുമോ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. സരിതകുട്ടിയുടെ ശബ്ദം എനിക്കിഷ്ടമാണ്. ഇന്നത്തെ താരം സരിതയാണ്. എല്ലാവരെയും ഒരുപാട് ഇഷ്ടം. അടുത്തത് അജീഷ് വിസി. നമസ്കാരം. ഇന്ന് എന്തോ സരിതേച്ചി കുട്ടിക്കാലത്തെ കഥ പറഞ്ഞപ്പോൾ കളിക്കാൻ പോകാൻ വേണ്ടി കാത്തിരിക്കണ ആ സീൻ മനസ്സിലേക്ക് വന്നു. പണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പെൺകുട്ടികളായതുകൊണ്ടേ നമുക്ക് അങ്ങനെ കളിക്കാൻ ഇഷ്ടമുള്ളടത്ത് തോന്നിയ പോലെ പോവാ വരാ അതൊന്നും നടക്കില്ല. അപ്പോൾ നമ്മളെങ്ങനെ ചെറുപ്പത്തോടെ പെൺകുട്ടിയാണ്, അതാണ് ഇതാണ്, വീടിൻ്റെ ഉള്ളിലിരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയല്ല വളർത്തണേ. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പോവാം. അവർ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ കളിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പൊക്കോന്ന് പറയും. അപ്പം എന്നിട്ട് ചെയ്യുക, ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുക. അതെന്ന് വൃത്തിയുള്ളൂ. കാരണം
നിങ്ങൾ വിളിച്ചോളോട്ടാ എന്നെ എന്ന് പറയാനായിട്ട്. അവർക്കും എന്നെ കണ്ടാലല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. കുറേച്ച് എങ്ങനെ ഗേറ്റ് കടന്ന് നമ്മുടെ വീട്, അത് കഴിഞ്ഞിട്ട് നല്ല വീതിയുള്ള റോഡാ അവിടെ. നമ്മുടെ കണ്ണംകുളങ്ങരത്തെ റോഡ് പോലത്തെ അല്ല, സോമിൽ റോഡിന്റെ റോഡ്, നല്ല വീതിയുള്ള. അത് ഇത്തിരി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലത്തെയാണ് ആ സോമിൽ റോഡ് എന്ന് പറയുന്നത്. നിറച്ച് വർക്ക്ഷോപ്പുകളും കമ്പനികളും അതും ഇതൊക്കെ ആയിട്ട്. അവിടെ നിന്ന് കുറച്ചിങ്ങനെ പോരുമ്പോഴാണ് നമ്മുടെ വീടായിരുന്നു. പിന്നെ നേരെ ഓപ്പോസിറ്റ് അവരുടെ ഗേറ്റും കടന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ മുറ്റ നിറച്ച് മരങ്ങളും തണലൊക്കെ ആയിട്ട് എന്നിട്ടാണ് വീട്. അപ്പം അവർ ഇങ്ങനെ ഇരിക്കണ ദിവസങ്ങളിലൊന്നും എല്ലായ്പ്പോഴും അവർ കാണാറില്ല. ഇങ്ങനെ ഇരുന്ന് ഏതെങ്കിലും ഒരു ദിവസം അവർ ഫ്രണ്ടിലേക്ക് വരണം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എന്നെ ഇവിടെ കാണണം, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കണത്. അപ്പോഴാണ് എന്നെ വിളിക്കുക, സരിതേച്ചി, സരിതാ, ദിവ്യ ഇങ്ങനെ വിളിക്കും, സരിതാ സരിതാ എന്ന് വിളിക്കും. അപ്പം ഞാൻ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കും. അങ്ങനെയാണ് കേട്ടോ പോവാറ്. അടുത്തത് ജസീന ഷിഫ. ഹായ് അജു, സരിത, നിങ്ങളുടെ കുടിലെ പാചകം എന്തായാലും ഞാൻ നന്നായി ആസ്വദിക്കാറുണ്ട്. നിങ്ങളുടെ പാചകവും ആ മനസ്സ് തുറന്നുള്ള സംസാരവും തമാശകളും അജുവിൻ്റെയും സരിതയുടെയും ജീവിത കഥകളും എല്ലാം നന്നായി ആസ്വദിച്ചു. മീൻകറി സൂപ്പർ. അതിൻ്റെ കൂടെ അജുവിൻ്റെ സരിതയുടെയും ജീവിത കഥകളും എല്ലാം നന്നായി ആസ്വദിച്ചു. മീൻകറി സൂപ്പർ. അതിൻ്റെ കൂടെ അജുവിൻ്റെ ചോറ് കഴിക്കലും ചെറിയ കുട്ടികൾക്ക് വാരി കൊടുക്കുന്നത് പോലെയുള്ള കഴിപ്പിക്കലും എല്ലാം തന്നെ ഇഷ്ടമാണ്. എന്നും കാണാൻ. മഴ നന്നായിട്ടുണ്ടല്ലേ? ഇവിടെയും മഴ തന്നെ. അടുത്തത് ഗീത്. ഹായ്, സരിതയുടെ ചനപ്രാശ സ്റ്റോറി. ഞാൻ എന്നെ തന്നെ അവിടെ സങ്കല്പിച്ചു. കാരണം എൻ്റെ 8th സ്റ്റാൻഡേർഡിലാണ് ആദ്യമായിട്ട് ചവനപ്രാശം കഴിച്ചത്. ബട്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരുന്നില്ല. അമ്മ കാണാതെ കളയുകയായിരുന്നു പതിവ്. പിന്നെ പിടികൂടി, നല്ല വഴക്കും കിട്ടി. അത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വളരുന്ന ഒരു കൗമാരത്തിലേക്ക് കടന്നൂല. അപ്പം ഇങ്ങനെ വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ വാങ്ങിച്ചതായിരിക്കും പാവം. അടുത്തത് അർജുൻ വി കെ. നമസ്കാരം അജു ഏട്ടാ, സരിതേച്ചി, ജഗ്ഗു. കുടിലെ രാത്രിയിലെ അന്തരീക്ഷം കാണുവാൻ പ്രത്യേക ഭംഗിയാണ്. ഇന്ന് രുചികരമായ വറ്റ മീൻകറിയുടെ പാചകം കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ചോറ് കൂട്ടി കഴിക്കുവാൻ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ കുശാലായി. പണ്ടത്തെ കഥകളൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. കൂടാതെ സരിത ചേച്ചി പാടിയ മനോഹരമായ ഒരു പാട്ട് കൂടി കേൾക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദി. ഹാവ് എ നൈസ് ഡേ. അടുത്തത് എസ് ബായുഷി. ജഗ്ഗുവിനെ ടൂറ് വിടരുത്, കടലിൽ കുളിക്കാൻ വിടരുത്, പാടത്ത് മീൻ പിടിക്കാൻ വിടരുത്, സ്കൂൾ വിട്ട് വന്നാൽ പന്ത് കളിക്കാൻ വിടരുത്, കൂട്ടുകാരുമായി സൊറ കൂടി ചെളി വർത്താനം പറയാൻ വിടരുത്, സ്കൂൾ കോമ്പൗണ്ട് അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കിടന്ന് ഉറങ്ങണം. നല്ല അസൽ മണകൊണാഞ്ചനായി തന്നെ നിങ്ങൾ വളർത്തൂട്ടോ. ഇതെല്ലാം മറുപടി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നീ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അതന്നെ, നീ മുന്ന് പറയണ്ടേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിനൊന്നും അവനെ വിട്ടേനില്ല. തേങ്ങ ഇതൊക്കെ വിട്ടോടുന്നു അവനെ. അടുത്തത് ലോറൻസ് കെ ജെ. One word can have different meanings based on context. We are from Thrissur and in Thrissur there is no word put. It is always put. We understand the meaning based on context. നമുക്കറിയാവുന്ന ഇത് ഇന്ന സാധനത്തിന് ഉദ്ദേശിക്കണേന്നേ. This is just like one word in English can have several meanings based on context എന്നാണ് ആള് പറഞ്ഞേക്കണത്. ഒരു വാക്ക് തന്നെ ആ വാചകത്തിൽ, മലയാളത്തിലും ഉണ്ടല്ലോ അങ്ങനെ തന്നെ ആനാർത്ഥം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താ പറയാ, മാനം എന്ന് പറഞ്ഞ വാക്ക്. അപ്പൊ മാനത്ത് ദേ ഭയങ്കര മഴക്കാരെന്നൊക്കെ പറയുമ്പോ അപ്പൊ അവിടെ മാനത്തിന്റെ അർത്ഥം ആകാശമാണ്. എന്റെ മാനം പോയി എന്ന് പറയുമ്പോ അവിടെ അഭിമാനമാണ് അർത്ഥം വരുന്നത്. അപ്പൊ എവിടെയാണോ ആ വാക്ക് നിക്കണതിനനുസരിച്ചിട്ട് അതിന്റെ അർത്ഥം മാറും. അതുപോലെയാണ് പൂട്ട്. നമ്മൾ പൂട്ട് കഴിച്ചു എന്ന് പറയുമ്പോ അവിടെ അർത്ഥം പുട്ടാണ്. നമ്മൾ പൂട്ടും താക്കോലിട്ട് വീട് പൂട്ടി എന്ന് പറയുമ്പോ അവിടെ ലോക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വാച്ചിങ് ദ പ്രോഗ്രാം ഫ്രം സോഹർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ഒമാൻ. ഓൾ ദ ബെസ്റ്റ് വിഷസ് ടു അജു ആൻഡ് ടീം. നല്ല കാര്യം പറഞ്ഞത്. ഇനി ഗിരിജാക്കൺ. വെൻ യു സിംഗ് ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ സ്പോയിൽഡ് റേഡിയോ. ഒരു കേടായ വീഡിയോ ഇല്ലേ, പരപ്പര അതിൽ നിന്ന് കേൾക്കണ പോലെയാണ് എൻ്റെ പാട്ട്. അത് ചിലപ്പോൾ സൗണ്ട് അടഞ്ഞിട്ടാവും. അടുത്തത് വീണ ഹർഷൻ. എനിക്കും ഒരു കഥ പറയാനുണ്ടേ. എൻ്റെ കല്യാണം B.Ed കഴിഞ്ഞ ഉടനെ ആയിരുന്നു. സ്വതവേ മെലിഞ്ഞ ഞാൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ നല്ലോണം മെലിഞ്ഞുണങ്ങി. ഞാനാണെങ്കിൽ നല്ലോണം ഭക്ഷണം കഴിക്കും, പക്ഷെ ഒന്നും ദേഹത്ത് പിടിക്കില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞ് എനിക്ക് മേടിച്ച് തന്നൊരു മരുത്തോ പഞ്ചജീരക കൂടം. എനിക്കറിയാമായിരുന്നു ഞാനതൊന്നും കഴിച്ചാൽ വണ്ണം വെക്കൂലെന്ന്. പക്ഷെ ആൾക്കാർ വന്ന് ഉപദേശമല്ലേ, സാരി എടുക്കേണ്ടതല്ലേ, വണ്ണം വേണ്ടേ, കഴിക്കിന്ന്. എന്തോ എനിക്കത് ഇഷ്ടമായില്ല, ഞാൻ വണ്ണം വെച്ചതുമില്ല. നിങ്ങൾ ഓരോ ഓർമ്മകൾ പറയുമ്പോഴും എൻ്റെ ജീവിതത്തിലെയും പല സംഭവങ്ങളുമായി കണക്ട് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഇനിയും ഒരുപാട് അനുഭവങ്ങളും കഥകളും പോരട്ടെ. എന്നിട്ടിപ്പം എന്തായി, വണ്ണം വെച്ചാ? എൻ്റെ പ്രായം തന്നെയായിരിക്കും. അടുത്തത് മേഴ്സി ജേക്കബ് സി. കുട്ടികൾ നല്ല വികൃതികളാണെങ്കിൽ മാതാപിതാക്കൾക്ക്
പവഫി കൂടും. പവഫിയാ അങ്ങനെ പറഞ്ഞ ടെൻഷനാവും. ഇവിടെ ജഗ്ഗു മഹാപാവൻകുട്ടിയാണ്. അവനെ ധൈര്യമായിട്ട് വിടൂ. പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ല, പേടിക്ക് അവസാനമില്ല. അജുവിൻ്റെ മാതാപിതാക്കൾക്ക് പണ്ട് മക്കൾ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ടൂർ പറഞ്ഞേക്കാൻ പറ്റാത്തത് കൊണ്ടും കൂടിയാലും വിടാതിരുന്നിട്ടുണ്ടാവുക. ആര് വിടാണ്ടെന്ന് 9ാം ക്ലാസ്സിൽ തന്നെ ബസ് കയറി പോയ കാര്യം പറഞ്ഞിട്ടില്ലേ? 9ാം ക്ലാസ്സിൽ അതിന് മുന്നേ ഞങ്ങള് 8ല് അല്ല 6ല് 7ലൊക്കെ പഠിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ ബാളാനി ഡാമിലേക്കൊക്കെ പോയിട്ടേ, അയ്യോ എൻ്റെ ദൈവമേ, ഒരു ലോകോത്തര പാമ്പിനെ കണ്ടു. ഞങ്ങൾ പിള്ളേരിൽ വെറുതെ ഇവിടുന്ന് ബസ് കയറി ബാളാനി ഡാമിലേക്ക് പോയിട്ട് കാടിൻ്റെ ആവശ്യത്തിലേക്ക് പോയി. ഒരു പാറക്കല്ലിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്നു. ചെറിയ ഞാൻ 3-4 പേര്, ഞാൻ മഞ്ജു ഇവരൊക്കെ കൂടിയിട്ട് പോയത്. മഞ്ജു എന്ന് പറയുന്നത് പെണ്ണല്ലാട്ടാ, മനോജ് അവനാണ്. മനോജ് എന്നുള്ള പേരുള്ളവരൊക്കെ സാധാരണ വിളിപ്പേര് മനു എന്നാ വരാറുണ്ട്, മഞ്ജു എന്നായി. എന്നിട്ട് ഞാന് ഒരു പാറക്കല്ല്, ഒരു വലിയൊരു പാറക്കല്ലിന്റെ മുകളിൽ കാടിനിട്ട് അങ്ങനെ ഈ ഡാമിന്റെ ഇങ്ങനെ സൈഡിയോടെ ഇങ്ങനെ നടന്ന് പോകും. അപ്പൊ ഈ പെണ്ണുങ്ങള് മറ്റേ പ്രിയദർശന്റെ സിനിമയില് ഈ തലയിൽ കെട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ആടി തെയ്യം താര എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് സീനിലല്ലേ, അതുപോലെ ചേച്ചിമാര് വിറക് കെട്ടുകളായിട്ട് കാട്ടിന്ന് വിറക് ചുള്ളികൾ ശേഖരിച്ച് ഇങ്ങനെ വരിയായിട്ട് നടന്നു പോകും. അപ്പൊ ഇവരടുത്ത് ഡാമിൽ ഡാം കാണണമെന്നുള്ള ആഗ്രഹത്തില്ല. പീച്ചി ഡാമൊക്കെ സൈക്കിൾ ചവിട്ടി പോകുന്നതാണ്. അപ്പോൾ വാഴ ഡാമിലേക്ക് സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റില്ല, ദൂരം കൂടുതലില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു 3-4 പിള്ളേരുകൾ ഇങ്ങനെ നടന്ന് അകലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞേ, മക്കളെ അങ്ങോട്ടൊന്നും പോകണ്ടാട്ടാ, അവിടെയൊക്കെ പാമ്പുണ്ട് കേട്ടാ എന്ന് പറയും. എന്നിട്ട് പോയി. നമുക്ക് എതിർക്കുന്നതാണല്ലോ ശീലം. അപ്പൊ നമ്മളങ്ങനെ പോയി. അങ്ങനെ പോയി കാടിന്റെ ഏകദേശം ഉള്ളിലേക്ക് അങ്ങോട്ട് അവിടേക്കാണ്ട് എത്തിയിട്ട് ഒരു പാറക്കല്ലിന്റെ മുകളിൽ ഞാൻ കയറിയിരുന്നു. കയറി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കാണ്. അപ്പൊ നോക്കിക്കൊണ്ട് ഒരു വാണ്ടം പാമ്പ് അടികോടെ അങ്ങോട്ട് നീങ്ങിയിട്ട് പാറക്കല്ലിന്റെ ഇങ്ങോട്ട് വരുന്നു. അതിന്റെ വലിപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് അതായത് ഒരു 10-16 അടി നീളണ്ട സാധനം. അവിടുന്ന് മലമ്പാമ്പൊന്നല്ല, ഈ രാജവെമ്പാലെ പോലത്തെ ഒരു ചാതി സാധനം. അതങ്ങോട്ട് നീങ്ങിയ വഴിക്ക് ഞാൻ അതിന്റെ മുകളിൽ നിന്ന് ഒരു ചാട്ടം ചാടി. അവിടുന്ന് ഞങ്ങളൊരു ഓട്ടോ ഓടിന്റെ അവിടെ നിന്ന് വിട്ടിട്ട് ഡാമിന്റെ ഇയാളാണ് ക്രാവിനെ വിടാണ്ടിരിക്കണെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഞാൻ ജഗ്ഗുവിനെ ചില കാര്യങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ട്. സൈക്കിള് ഇടയ്ക്ക് ഒന്ന് പുറത്ത് ഇപ്പൊ അവിടെ ഒരു കടയുണ്ട് അമ്മണീരെ പീടി. അപ്പൊ എന്തിട്ടെങ്കിലും ഒരു സാധനം അവന്റെ അടുത്ത് അവൻ വാങ്ങിക്കാൻ പോട്ടെ എന്നൊക്കെ വെച്ചാൽ അവൻ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ 15 വയസ്സായില്ലേ, ഒരു കടയിലേക്ക് ഒരു സാധനം പോയിട്ട് ഇവിടം വരെ പോകണ്ടോ, നമ്മുടെ ഗേറ്റ് കിടന്നിട്ട് ഒരു 2 അടിയുള്ളൂ, അവിടെ വരെ പോയിട്ട് അവൻ വാങ്ങിച്ചിട്ട് വരട്ടെ. അപ്പൊ എന്തുട്ടാ നമ്മള് വിട്ടില്ലെങ്കിൽ ഇവര് നമ്മളറിയാണ്ട് പോവാനുള്ള ഇത് കൂടും ഇവർക്കേ. അപ്പൊ നമ്മൾ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കരുത്. നമ്മുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ട് പോകണമെങ്കിൽ നമ്മൾ വിടണം അവരെ. നമ്മൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം കൊടുത്തിട്ട് അവരായിട്ട് ഞാൻ അവനായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. സ്കൂളിലത്തെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും, വല്ല ലൈൻ സെറ്റായോ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാത്തിനും സംസാരിക്കും അവനായിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാം പറയാം എന്നുള്ളൊരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാവണം. അപ്പോൾ അവരൊരു തെറ്റിൽ ചെന്ന് പെട്ടു, എന്നാലും അത് നമ്മളിന്ന് ഒളിച്ചേക്കാണ് നമ്മുടെ അടുത്ത് പറയാൻ പറ്റും എന്നൊരു അവനോട് ഞാൻ അതാ എപ്പോഴും പറയാം. നിന്റെ പ്രായത്തിൽ നിനക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും അത് വന്ന് പറയേണ്ടത് അച്ഛനോട് അമ്മോടോ, അല്ലാണ്ട് നീ നിന്റെ ഫ്രണ്ട്സുമായിട്ട് തന്നെ ഇത് പറയുമ്പോൾ അവരും ആരും മെച്യൂരിറ്റി ഇല്ലാത്തവരല്ലേ. അപ്പം മെച്യൂർഡ് അല്ലാത്ത ഉപദേശങ്ങളായിരിക്കും ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുക. അപ്പോൾ പിന്നെയും കുഴപ്പങ്ങളിലേക്ക് അത് പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് പറ്റിയാൽ തന്നെ വന്നിട്ട് ഓടി വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞോളൂ. അപ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചീത്ത പറയായിരിക്കും, പക്ഷെ പിന്നീട് നമ്മളത് സോൾവ് ചെയ്യാൻ അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കിടക്കണ്ടേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ പുറത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് സൈക്കിളുമ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ പോവുക, അങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ പറയുമ്പോൾ ചേട്ടന് വണ്ടികളുടെ പേടിച്ചിട്ട് വിടില്ല. നിനക്കറിയോ ഓരോ വണ്ടികൾ വരുന്ന കണ്ടിട്ടുണ്ടെങ്കിലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, അത് പരിചയം ഇപ്പൊ ട്യൂഷൻ സൈക്കിളുമല്ലേ പോണത്. അങ്ങനെ പോയി അങ്ങനെ തിരിച്ച് പോയി വരാ. അല്ലാണ്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് നേരെ തൃശ്ശൂർ ടൗണിലേക്കാണ്ട് മറ്റേ സൈക്കിൾ സ്കൂളിലേക്കൊക്കെ വേണമെങ്കിൽ വിടാം. 8ലും 7ലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്കൂളിലേക്ക് ട്യൂഷൻ വരുന്നത് സൈക്കിൾ പോണ കുട്ടികളുണ്ട് കുട്ടല്ലൂരൊക്കെ. അപ്പൊ അവിടെ ഹൈവേക്കുള്ള ചേട്ടന് അത് പേടിയാ വിടാനായിട്ട്. അല്ല, പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക, അവരൊക്കെ നമ്മൾ വിടും. പിന്നെ ഇന്ന് നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ സൗകര്യമുണ്ട്. ആകെ ഒരാൾക്കേ കൊടുക്കണ്ടു, മനസ്സിനെ പാകപ്പെടുത്തി വിടൂ. കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും, അല്ലെങ്കിൽ പിന്നീട് അവൻ ആരും കൂട്ടുകാരനില്ലാത്തവനും
സെൽഫിഷും ആയിട്ട് മാറും. ചിലപ്പോൾ അവൻ്റെയും കുടുംബത്തെയും മാത്രം മൈൻഡ് ചെയ്യുന്ന ആളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. സരിതേ, അന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇവന് കൂട്ടുകാരെന്ന് പുറത്ത് കൂട്ടുകാരുണ്ട്. ജോവിന് ഇപ്പോൾ ഇവിടെ നിന്ന് മാറിയല്ലോ, ഈ വീടായിരുന്നു ജോവിൻ്റെ, അങ്ങോട്ട് മാറി. അപ്പോൾ ജോവിൻ്റെ വീട്ടിലേക്ക് പോവാ ഇടയ്ക്ക്, പിന്നെ മുടി വെട്ടാൻ ഒറ്റയ്ക്ക് പോവുക, അങ്ങനെയൊക്കെ പോകും. അതൊക്കെ പിന്നെ ഞാൻ പിന്നെ വെറുതെ വിടാണ്ടിരിക്കുന്നത് സ്കൂളിലേക്ക് വിടാത്തതിന്റെ ഞാൻ പറയാം. സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം അതിലെ വണ്ടികൾ പോണ പോക്കാണ് ഞെട്ടിപ്പോകും നമ്മൾ. അപ്പോൾ എന്നിട്ടാ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലുണ്ട് കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ്. എനിക്ക് നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിട്ട് മാത്രം ഒതുങ്ങി പോയി എനിക്കിഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചേട്ടന്മാരുടെ മക്കളൊക്കെ അങ്ങനെയാണ്. അവർക്കൊന്നും പുറമെ ഫ്രണ്ട്സ് ഇല്ല. അവർ ഇതിൻ്റെ ഉള്ളിലത്തെ കൂട്ടുകാർ, ഇവരായിട്ട് എങ്ങോട്ട് പോകണ്ടോ, സിനിമയ്ക്ക് പോകണ്ടോ, ടൂറ് പോകണ്ടോ, വേറെ എങ്ങോട്ട് ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോകും, എല്ലാം ഇവർ ആ ഗ്യാങ് മാത്രമാണ്. ഇവരെ കൂടെ പഠിച്ച കൂട്ടുകാരെ എന്നായിട്ടൊരു കമ്പനിയില്ല. ഇവർക്ക് ആ ക്ലാസ് കഴിഞ്ഞാൽ ഇവർ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞാൽ എങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ പോകണമെങ്കിൽ പുറത്തേക്ക് പോയി. അതല്ലാതെ അല്ലേ, ആർക്കും അങ്ങനെ ഒരു കൂട്ടുകെട്ടുമില്ല. അതുകൊണ്ട് തന്നെ വേറെ ഒരു പൊട്ട സ്വഭാവങ്ങളില്ല കേട്ടോ. കുടിയ വലിയ അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ പിള്ളേർക്ക് വേറെ പ്രശ്നങ്ങൾ അതൊന്നും തന്നെ ഇല്ല. ഇവർ പുറത്തേക്കും പോകില്ല. പക്ഷെ അങ്ങനെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്നതും എനിക്കിഷ്ടമില്ല. അപ്പോൾ ഫ്രണ്ട്സായിട്ട് ഇതാവട്ടെ, അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇവിടെ ഉള്ളിൽ പിടിച്ചു വെച്ചിരുത്തിയേക്കല്ലേ. പിന്നെ ഒറ്റ മോനായതുകൊണ്ട് ആയിരിക്കും കൂടുതൽ പേര് ഇങ്ങനെ പറയണേ. കാരണം നമ്മുടെ വീടിൻ്റെ ഉള്ളിലായാലും അവന് വേറെ കമ്പനി ഇല്ലല്ലോ, അത് കാരണം. പിന്നെ കുശുമ്പ് കൊണ്ട് പറയണതല്ല, അനുഭവം കൊണ്ട് പറയുന്നതാണ്. ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കാനുള്ള അറിവ് പകർന്നു കൊടുക്കുക വിടുന്നതിന് മുമ്പ്. അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അവൻ SPC ഉണ്ടായിരുന്നോണ്ടേ ഇവർക്ക് എപ്പോഴും അവർക്ക് ഓരോ ദിവസവും സ്റ്റേഷനിലേക്ക് വരുന്ന കേസുകളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ദോഷങ്ങളും കാര്യങ്ങളും എല്ലാതും ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം പിന്നെ അതൊക്കെ അറിയാൻ, അതൊക്കെ നമ്മളോട് വന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരും നമുക്ക്. അടുത്തത് ശ്രുതി പ്രദീപ് VK. ഞങ്ങൾക്കിവിടെ റൂമിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് സ്ഥലം ഉണ്ട്. അവിടെ ചട്ടിയിൽ നാട്ടിൽ നിന്ന് കറിവേപ്പിന്റെ തൈ കൊണ്ടുവന്ന് വെച്ചുട്ടാ. ഡെയിലി ഒരു ലക്ഷണം കെട്ട തൊരപ്പൻ വന്ന് അത് മാന്തിയിടും. അതിനെ പിടിക്കാൻ സമ്മതിക്കണില്ല. ഈ സൗദിയിലെ തൊരപ്പനെ ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കിക്കാനാ? ആരാണ് ദൈവമേ? അല്ല, സൗദിയിലെ തൊരപ്പനെ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാന്ന് പറഞ്ഞത്? അവിടെ ആ രാജ്യത്ത് പിടിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയാണോ? തൊരപ്പനെ പിടിക്കാൻ അവിടെയൊക്കെ തൊരപ്പനുണ്ടാ സൗദിയിലേക്ക്? പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. സുമം അജുരാമ ചുണ്ടങ്ങ സീത ഇനിയും കാട്ടിലേക്ക് അയക്കല്ലേ പാവം. അടുത്തത് മണി രാജേശ്വരി. നിങ്ങൾ ചേന, ചേമ്പ്, കാച്ചിൽ ഇവ കൃഷി ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായി. അത് അപ്പൊ പിന്നെ പറിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ. ചേന ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അത് നല്ല വലിപ്പായി. അടുത്തത് സുജ KN. അല്ലടി എൻ്റെ സരിതേ, അജു എന്തെങ്കിലും സമ്മതിച്ച് തരുമെന്ന് തോന്നുന്നുണ്ട്. വെറുതെ എന്തിനാണ് അജുവിനോട് പറയണം? അതേതിൽത്തിയാ? ഇത് മാറ്റി വെച്ചതാ. അടുത്ത ജയശ്രീ രാജൻ. എൻ്റെ സരിതേ, എന്തിനാ ഇങ്ങനെ പറഞ്ഞു വായിലെ വെള്ളം പറ്റിക്കണേ? അജുവിന് തോന്നുന്നത് അജു ചെയ്യും. ചീർച്ച് മതിയായി. ഇനി എവിടെയാണാവോ ഇഞ്ചിക്ക് സ്ഥാനം? നേച്ചർ അറൗണ്ട്. നിങ്ങൾ ഈ വീഡിയോ എടുത്ത് ഇന്നലെ വൈകിട്ട് ഒരു 5:30 6 മണിയുടെ ഇടയിലല്ലേ? അതെ, ആ സമയം തന്നെയാണ്. ആ പ്ലെയിൻ എയർഫോഴ്സിന്റെ ആയിരുന്നു. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ 3 റൗണ്ട് വട്ടം ചുറ്റി പറന്നു. ഞങ്ങൾ ഫ്ലൈറ്റ് റഡാറിൽ നോക്കി കണ്ടുപിടിച്ചതാണ്. നിങ്ങളുടെ വീടിന്റെ ഭാഗത്ത് കൂടി പറന്നു. നിങ്ങൾ പറഞ്ഞു മറ്റേ എന്തുട്ട് ജീപ്പ് പോവാന്നാ, ലോറി പോവാന്ന് നിങ്ങളുടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് പ്ലെയിനാണ്. നിങ്ങളുടെ വീടിന്റെ ഭാഗത്ത് കൂടി പറന്ന് കണ്ടു. ചാലക്കുടി ചിമ്മിണി സൈഡൊക്കെ വട്ടം ചുറ്റി പറന്നതായിട്ട് ആപ്പിൽ കണ്ടുവന്നു. പുതിയ പൈലറ്റ്സ് ഓടിച്ചു പഠിക്കുന്നതാവുന്നു. ഭഗവാനേ, ഇതിൽ കൂടിയാണ് ഓടിച്ചു പഠിക്കണവര്. അല്ല, മറ്റേ പ്ലെയിൻ വന്ന് വീണതേ നാള് ഗുജറാത്തിലല്ലേ? ഇല്ല, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവർ ഓടിച്ചു പഠിക്കട്ടെ. ഓടിച്ചു പഠിച്ചാലല്ലേ പുതിയ ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ അല്ലേ? പക്ഷെ അങ്ങനത്തെ അതൊന്നുമില്ല. അവര് പുതിയ ആദ്യമായിട്ട് പഠിക്കുന്നതല്ല, അത് എക്സ്പെർട്ടുകൾ തന്നെയാണ്. അവര് കുറെ മണിക്കൂറുകളോളം മരുഭൂമി അങ്ങനത്തെ ജനപ്രചാരം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഓടിച്ചു പഠിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരള്ളൂ അല്ലെ? കുറെ മണിക്കൂറുകളോളം പരിശീലനം നടത്തിയിട്ടാണ് ഈ ജനവാസ സ്ഥലങ്ങളിലേക്കൊക്കെ വരുള്ളൂ. അല്ലാണ്ട് വെറുതെ ഡ്രൈവിംഗ് സ്കൂളത്തെ പോലെയല്ല, നേരെ റോട്ടിൽ കൊണ്ടുപോയി ഇറക്കല്ലേ ചെയ്യുക. ഞാൻ കുറെ വട്ടം കണ്ടിട്ടുള്ള ഒരു സ്വപ്നം, അത് റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള സ്വപ്നമാണ് പ്ലെയിൻ വന്ന് വീഴുന്നത്. കത്തി പിടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഇവിടെ വന്ന് വീണ് അപകടം ഉണ്ടാവണം, അങ്ങനത്തെ സ്വപ്നം. ചില സ്വപ്നങ്ങൾ നമ്മൾ റിപ്പീറ്റ് ആയി കാണും. ഏറ്റവും കൂടുതൽ സ്വപ്നമാണ് പാമ്പിനെ. പിന്നെ കാണുന്നത് ഇങ്ങനത്തെ
ഓരോ സ്വപ്നങ്ങൾ കാണും. പിന്നെ കാണില്ല ഓരോന്നിന്റെ മുകളിൽ നിന്ന് വീണത്, അതെല്ലാവരും കാണുന്നതാണ്. അതൊക്കെ എല്ലാവരും കാണും. കുഴിയിലേക്ക് പോണത്. ശ്രുതി ഷാജു, എന്റെ സരിതയാജു കോൺക്രീറ്റ് കാലൊക്കെ തന്നെ എടുത്തു പൊക്കി പരിശീലിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവിടെ നിൽക്കുന്ന മാവും തെങ്ങും ഒക്കെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അതേ എങ്ങേരിനി എന്നാവും നമ്മുടെ മെക്കിട്ട് കയറി പറിച്ചു നടന്നത് എന്ന്. പിന്നെ ഉദയന്റെ അവസ്ഥ കേട്ട് ചിരിച്ചു. ആ സീൻ അത്രയും മനസ്സിൽ കയറി. അടുത്തത് രാഗിണി ദേവി MR. ലാസ്റ്റ് സരിത പറഞ്ഞ ഡയലോഗ് ആരോ കേൾക്കാൻ വേണ്ടി പറഞ്ഞ പോലുണ്ടല്ലോ. ലാസ്റ്റ് ഞാൻ ഇത് ഡയലോഗ് പറയും ഇഞ്ചിയുടെ വീഡിയോയില്. ചുണ്ടങ്ങ കഥ അടിപൊളി ആയിട്ടുണ്ട്, നല്ല ഭാവന. അത് ഇതാവും. അതായത് നീ പറഞ്ഞില്ലേ, അതായത് നമുക്ക് നമ്മളെ തള്ളി പറഞ്ഞവരൊക്കെ ചിലപ്പോൾ നമ്മളൊരു കാലത്ത് നമ്മൾ അംഗീകരിക്കും എന്ന് പറഞ്ഞതാണ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആളൊരു പുച്ഛത്തിന്റെ ഒരു ഇമോജിയാണ് ഇട്ട് വെച്ചേക്കണത്. ലാസ്റ്റ് സരിത പറഞ്ഞ ഡയലോഗ് ആരോ കേൾക്കാൻ വേണ്ടി പറഞ്ഞ പോലുണ്ടല്ലോ എന്ന്. സരിത വല്ലതും ആരോ കേൾക്കാൻ വേണ്ടി പറയില്ല. ഇത്ര നാളായിട്ട് ചേച്ചിക്ക് സരിതേനെ മനസ്സിലായിട്ടില്ലേ? എനിക്ക് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് തന്നെയാ പറയാ, നേരിട്ട് തന്നെ പറയും. അല്ലാണ്ട് അവരവിടെ നിൽക്കുമ്പോൾ അവർ കേൾക്കാൻ വേണ്ടി പറയാ, അല്ലെങ്കിൽ ഇവിടെയുള്ള മൂക്കിനെ ഇങ്ങനെ പോയിട്ട് പിടിച്ച് കുത്തി എന്താ പറയാ അർത്ഥം വെച്ച് അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും എന്നോട് അങ്ങനെ അർത്ഥം വെച്ചിട്ട് വേറെ വല്ലതും എന്നെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. ഞാനിതിങ്ങനെ ഇരുന്ന് ആലോചിക്കുക ഇത് എന്തിനിപ്പോൾ ഇവരിത് എന്നോട് വന്ന് പറയാം. കുറെ ആലോചിക്കുമ്പോഴൊക്കെയാണ് കിട്ടുക, ഓ ഇതാണ് ഇവർ ഉദ്ദേശിച്ചതല്ലേ, അവർക്കുള്ള കാര്യം മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല കേട്ടോ. ആരെങ്കിലും കേൾക്കാൻ വേണ്ടി അത് പിന്നെ അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കുശുമ്പ് വാക്ക് പറഞ്ഞതല്ലല്ലോ. നമുക്കൊരു ഇത് വരുമ്പോൾ നമ്മളെ തള്ളി പറയും. ഇപ്പം നമ്മൾ തന്നെ ചാനൽ തുടങ്ങിയ സമയത്ത് എത്ര പേര് നമ്മളെ കളിയാക്കി. അപ്പം ആ സമയത്തൊന്നും അധികം യൂട്യൂബ് ചാനലുകൾ അങ്ങനെ ഇല്ല. അപ്പം നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ നമ്മുടെ ശൈലിയിൽ തന്നെയാണ്. അപ്പം എന്തുട്ടാ എന്തോരം പേരെ കളിയാക്കിക്കണേ. നാണാവില്ലേ തോലിയോ ഇവൻ്റെ വീഡിയോ കാണുമ്പോൾ തൊലി ഉരിഞ്ഞു പോവും. അവന് ഒന്നുകിൽ സംസാരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിൽ സംസാരിച്ചുകൂടി. ഈ തൃശ്ശൂർ ഭാഷയിൽ ഇങ്ങനെ പറയാണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞവർ പിന്നെ നമ്മുടെ ചാനലിൽ കയറിപ്പോയിട്ട് നമുക്ക് ഈ തൃശ്ശൂർ ഭാഷ പറയുന്നത് കൊണ്ട് മാത്രം ആരാധകർ വരാൻ തുടങ്ങിയപ്പോൾ അത് നല്ലതായി മാറി അവരുടെ അഭിപ്രായത്തിൽ. അതാണ് കേട്ടാ നിങ്ങളുടെ ചാനലിൻ്റെ ഇത്. ഈ തൃശ്ശൂർ ഭാഷ ഇതിങ്ങനെ തന്നെ പൊക്കോളോട്ടാ. പിന്നെ അങ്ങനെ തള്ളി പറഞ്ഞവര് പിന്നെ അംഗീകരിക്കുന്ന എല്ലാവർക്കും വരും അങ്ങനത്തെ ഒരു അവസരം ലൈഫിൽ വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ജയന്തിയില് നമ്മുടെ അധോലോകത്തെ ജയന്തി കല്യാണം കഴിച്ചോണത് അല്ല, ജയന്തിയുടെ വീട് ചേലക്കരയാണ്. ചേലക്കരന്ന് കല്യാണം കഴിച്ചെടുത്ത് ഗിരീഷേട്ടനായിട്ട് അവര് പ്രണയത്തിലായിട്ട് കല്യാണം കഴിച്ചു. ഗിരീഷേട്ടൻ ഹിന്ദുവാണ്, ജയന്തി ചേച്ചി ക്രിസ്ത്യനുമാണ്. എന്നിട്ട് അങ്ങനെ അവര് ഒരു കോളിളൊക്കെ സൃഷ്ടിച്ചൊരു ഓടിപ്പോക്കായിരുന്നു. അവർ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവരങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ കുറച്ച് മോഡേണായിട്ട് ചിന്തിക്കുന്നവരാണ്. അവര് ഇപ്പോഴും ലിവിങ് ടുഗദറാണ്. 27 കൊല്ലായില്ലേ. അപ്പൊ ചേച്ചീനെ അവിടെ ഉള്ളവര് വെറുത്തു. ചേലക്കരയുള്ളവര് നാട്ടുകാർ മൊത്തത്തിൽ വെറുപ്പായി ചേച്ചിക്ക്. വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരും. അപ്പൊ ചേച്ചിക്ക് ചേലക്കര എന്ന് പറയുന്ന സ്ഥലം കേൾക്കുമ്പോൾ തന്നെ ഒരു ട്രോമ, ഒരു ഇഷ്ടമല്ല, നെഗറ്റീവാ. ആളങ്ങട് പോവാറുമില്ല. കഴിഞ്ഞ ആഴ്ച ആൾക്ക് അവിടെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത കല്യാണം. ഏതോ ഫ്രണ്ട് ഒരു കൂട്ടുകാരി അങ്ങോട്ട് ഉണ്ട്. അത്രയും ആ ചെറുപ്പം തൊട്ടുള്ള ഒരു ബന്ധം നിലനിർത്തി പോണ ഒരു കൂട്ടുകാരി. അപ്പം ആ കൂട്ടുകാരിയുടെ മോളുടെ അങ്ങനെ എന്തോ കല്യാണം തോന്നുന്നു. അതിന് പോയി. അതിന് പോയിട്ട് ആള് ഫോൺ വിളിച്ചു ഞങ്ങൾക്ക്. എന്നിട്ട് പറയാണ്, എൻ്റെ സരിതയെ അജുവേട്ടാ നിങ്ങൾക്ക് ഞാൻ ചിലവ് തരുന്നുണ്ട്. കാരണം ഞാൻ ഇത്ര വർഷത്തിന് ശേഷം നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടിലുള്ളവരെ എനിക്കൊന്നും ഇരിക്കാൻ പറ്റിയിട്ടില്ല. എന്നെ അത്രയ്ക്കും വെറുപ്പുണ്ടായിരുന്നു. എന്നെ പടിയടച്ച് പിണ്ടം വെച്ചിട്ടുള്ള ആ നാട്ടുകാർക്ക് എന്നോടുള്ള സ്നേഹം ഇപ്പോൾ, അതായത് നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കൂടിയാണല്ലോ പ്രേമേട്ടനും ജയന്തി ചേച്ചിയായിട്ടുള്ള കുറച്ച് നമ്മൾ സീരീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഹാക്കായി പോയപ്പോഴാണ് നമ്മളത് ഇടൽ നിർത്തിയത്. എല്ലാത്തിനും 3-4 മില്യൺ വ്യൂസ് ആയിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന. കുറേ സത്യൻശീല കോംബോ വീഡിയോസ് ഉണ്ടായിരുന്നില്ലേ അത്. അപ്പോൾ അത് കണ്ടിട്ട് ചേച്ചിയോട് നീ ഇത്ര കഴിവുള്ള ആളായിരുന്നു, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് അറിയുണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ഓർമ്മയില്ലാന്ന് ചിലതിലത്തെ ഡയലോഗുകളൊന്നും ആൾക്ക് തന്നെ ഓർമ്മയില്ലാത്ത ആ ഡയലോഗ് എടുത്ത് പറഞ്ഞിട്ട് അവരിങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് ഭക്ഷണം കഴിക്കാൻ വരെ ഇരിക്കുമ്പോഴത്തേക്കും വരിക പുതിയ ആൾക്കാർ ഇങ്ങനെ ആരാധകരിങ്ങനെ വളയാന്നൊക്കെ പറയുമ്പോഴേ ചേച്ചിക്കത് എന്തിട്ടാ പറയണ്ടേന്ന് അറിയണില്ല. ആ ഒരവസ്ഥ. ആള് വെറുതെ അല്ലേ ഈ സിനിമ നടന്മാരൊക്കെ ഇങ്ങനെ സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിക്കണതേ. അവർക്ക് കിട്ടുന്ന ഒരു ആരാധകരുടെ ഒരു സാധനം ഉണ്ടല്ലോ, ആരാധകരിൽ നിന്നും കിട്ടുന്ന. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജയന്തിനെ തള്ളി പറഞ്ഞ ആളുകളൊക്കെ അംഗീകരിക്കുന്ന അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചിയുടെ കഴിവല്ലേ. അപ്പൊ അല്ല, നിങ്ങൾ കാരണം കൊണ്ടാ. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അല്ലാണ്ട് അവരുടെ ആരെയിൽ ഇട്ട് കഴിഞ്ഞത് എത്ര പേര് കാണും? 10-50 പേര് വേണമെങ്കിൽ മാക്സിമം കാണുമായിരിക്കും. അപ്പൊ അതില്
ഇട്ടത് കൊണ്ടാണല്ലോ ഇങ്ങനെ കുറേ പേര് കണ്ടതും ലോകം മുഴുവൻ കണ്ടതും ഇങ്ങനെ എനിക്ക് ഇത്ര എന്നെ ഇഷ്ടമില്ലാതിരുന്ന ആളുകളൊക്കെ ഇപ്പം എൻ്റെ ഫാൻസായിട്ട് മാറിയത് നിങ്ങൾ കാരണം കൊണ്ടാണ്. അത് നമ്മൾ തള്ളി പറഞ്ഞവര് നമ്മൾ അംഗീകരിക്കുന്ന അവസ്ഥ, അതും മൊത്തത്തിൽ സരിത പറഞ്ഞത് അതാണ്. അല്ലാണ്ട് സരിത ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരാളെയും തോട്ടിടാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ആ രീതിയിലല്ല പറഞ്ഞത്. അത് എന്തൊരു സംഭവം എന്നറിയോ, ഈ മണിച്ചിത്രത്താഴ് സിനിമയില് ശ്രീദേവിക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും നോക്കുമ്പോൾ ശ്രീദേവിയുടെ പ്രവർത്തനങ്ങളും നടത്തവും വർത്താനൊക്കെ കാണുമ്പോൾ പ്രാന്തുള്ള പോലെ തോന്നണേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഒരാളെ നോക്കി കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ചെയ്യാണെന്നേ നമുക്ക് തോന്നുള്ളൂ. അത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ കുഴപ്പം അതാണ്. പക്ഷെ ശ്രീദേവിയിൽ കുറ്റം ആരോപിക്കുമ്പോഴും യഥാർത്ഥ മനോരോഗി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, ഒരാൾ അറിയാണ്ട്, അങ്ങനെയാണെന്ന് മാത്രം. അപ്പൊ ശ്രീദേവിനെ എല്ലാവരും നോക്കുക, ഇങ്ങനെയാണ്, ഇവൾക്കാണ് കുഴപ്പം, ഇവൾക്കാണ് ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായ. പിന്നെ അയ്യോ ഇത് കൊറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭാവന. അത് അത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പു കുന്നാവ് ഇട്ട ഇതില്ലേ കമന്റ്, അജുവിന്റെ കൂടെ വർത്തമാനം പറഞ്ഞ് അജുവിനെ പണിയിൽ സഹായിച്ച് നിങ്ങളുടേതായ തർക്കങ്ങളും ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്കും കാണാനും കേൾക്കാനും നല്ല രസവും സരിതയുടെ കൊളസ്ട്രോളും കുറയും. അതായത് വെറുതെ വർത്തമാനം പറഞ്ഞു കണ്ട് അജുവിനെ പണിയിൽ സഹായിക്കാൻ എന്നോട്, അപ്പോൾ കൊളസ്ട്രോൾ കുറയുന്നത്. എൻ്റെ കൊളസ്ട്രോൾ ഞാൻ പറഞ്ഞില്ലേ ജനറ്റിക് ആയിട്ടുള്ളതാണ്. അത് ഞാൻ എങ്ങനെ തലകുത്തി പറഞ്ഞ് പണിയെടുത്താലും പോവില്ല. പിന്നെ അങ്ങനെ കുറേ അങ്ങോട്ട് ശരീരം കളഞ്ഞ് പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ സരിതനെ പണിയെടുപ്പിക്കാൻ ഞാൻ പലപ്പോഴും പറയും, ഇവിടെയുള്ള ആണുങ്ങള് ഭൂരിഭാഗം പേരും മൊത്തത്തില് അവരവരെ പെണ്ണുങ്ങളെ പണിയെടുപ്പിക്കാന്ന് പറയും, കൃഷിപ്പണി ചെയ്യിപ്പിക്കില്ല. പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു വീടാകുമ്പോൾ ഒരു പെണ്ണിന് പണികൾ ഉണ്ടാവില്ലേ, ആ പണികൾ നമ്മൾ ചെയ്യും. പിന്നെയുള്ള പണികളില്ലേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ കൃഷിപ്പണി അതെല്ലാ പെണ്ണുങ്ങളും ചെയ്യോ? ലോകത്തിലെ എല്ലാ സ്ത്രീകളും കൃഷി പറമ്പിലിറങ്ങി പണിയെടുത്ത് കളയ്ക്കണവരാണോ? അത് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്, അവർ ചെയ്തോട്ടെ. തെങ്ങുമ കയറി നാളികേരിടുന്ന പെണ്ണുങ്ങളുണ്ട്, അത് എല്ലാ പെണ്ണുങ്ങളും തെങ്ങുമ കയറണം നിങ്ങൾ പറയും. അല്ലെങ്കിൽ ഇപ്പം ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട്. എനിക്കിതൊന്നും ഇഷ്ടമില്ല. ഞാൻ എത്ര നാളെ പറഞ്ഞു എനിക്കതിൽ കഴിവില്ല. ഒരു അങ്ങനെ നട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നനച്ചു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നല്ലാണ്ട് എനിക്ക് അതിനെ കുറിച്ചിട്ട് വലിയ പിടിപാടില്ല. എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം. അപ്പം ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഓരോ സന്തോഷം ഉണ്ടാവും, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം. ആ കാര്യം നമ്മൾ ചെയ്യുക. മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാകരുത്, അല്ലാണ്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അത് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടാ. പിന്നെ ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ, അത് ഞാനിപ്പോൾ വറുത്തത് പൊരിച്ചത് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഞാൻ അധികം കഴിക്കാറില്ല. പക്ഷെ എനിക്ക് പണ്ടേ തൊട്ട് കൊളസ്ട്രോൾ ഉണ്ട്. ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തത് ആ ട്യൂമർ വന്ന സമയത്ത് മൊത്തം ബോഡി ചെക്കപ്പ് ചെയ്തപ്പോൾ മുന്നായിട്ടാണ് ചെയ്തത്. അപ്പം ഡോക്ടർ ദേവപ്രസാദ് ന്യൂറോളജിസ്റ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നോക്കിയ ഡോക്ടർ എനിക്ക് കൊളസ്ട്രോൾ 268 അങ്ങോട്ട്, ആ ഒരു 268 270 റേഞ്ചിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്ര തന്നെ 11 കൊല്ലം മുന്നാണ്. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാണ് അതൊന്നും മൈൻഡ് ചെയ്യേ വേണ്ട, എനിക്കും ഉണ്ട് കൊളസ്ട്രോൾ, ഡോക്ടർക്കും ഉണ്ട്. അപ്പോൾ ഡോക്ടർ ബ്രാഹ്മണല്ലേ, ഇറച്ചി മീനൊന്നും കഴിക്കില്ലല്ലോ, നോൺ വെജ് ഒന്നും കഴിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനേ ഇത് മറ്റേ സ്വീറ്റ്സ് ഭയങ്കരമായിട്ട് കഴിക്കും, ഭയങ്കര ഇഷ്ടം എനിക്ക്, അത് ഞാൻ നന്നായി കഴിക്കും. അപ്പോൾ അതിൽ നെയ്യൊക്കെ നല്ലോണം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും. അത് സാരമില്ല, ഈ കൊളസ്ട്രോൾ എന്ന് പറയണതേ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് നമ്മളുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ തന്നെ ലിവർ അത് പ്രൊഡ്യൂസ് ചെയ്യും. കുറേ പ്രവർത്തനങ്ങൾക്ക് കൊളസ്ട്രോൾ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഷുഗർ പ്രശ്നമാണ്, ഷുഗർ കൂടി നിന്നാൽ പ്രശ്നമാണ്. കൊളസ്ട്രോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം ഞാനിപ്പം മരുന്ന് കഴിച്ചിട്ട് ഇതിനെ കളഞ്ഞാലും ഇത് വരും, ലിവർ പ്രൊഡ്യൂസ് ചെയ്യും. ജനറ്റിക്കാണ്, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായതുകൊണ്ട്. കാരണം ഞാൻ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാവുന്ന കൊളസ്ട്രോൾ അല്ല ഇത്, അതുകൊണ്ടാണ്. ചേച്ചിക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ ഞാനൊരു ദിവസം എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ കാര്യമായിട്ടുള്ള തലകുത്തി മറിഞ്ഞിട്ടുള്ള പണിയെടുക്കലൊന്നുമില്ല, സാധാരണ എടുക്കണം. കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട അത് നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മൾ കുറേ പണിയെടുത്ത് വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ പുകഴ്ത്തൽ എനിക്ക് കേൾക്കാം, ആ പുകഴ്ത്തൽ കേട്ടു, അത് കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ആരോഗ്യം പോണത്, എനിക്ക് വയസ്സ് 43 എന്തൊരു കൊല്ലങ്ങൾ കടന്നു പോണല്ലേ, പ്രായം കഴിഞ്ഞു പോവാണേ. അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ. 70 80 വയസ്സായിട്ടും പണിയെടുത്ത് ജീവിക്കുന്ന കുറെ അമ്മാമ്മ അങ്ങനെയുള്ളവരുണ്ട്. അവരാ ചെയ്ത് നമ്മുടെ ശീലാവതേച്ചിയൊക്കെ കണ്ട ഇപ്പോഴും നടക്കണേ, അതൊക്കെ ചെയ്യും അവര്. അപ്പൊ അവരത് ചെറുപ്പത്തൊട്ടേ ശീലിച്ചോട്ടെ, അവർക്ക് ആ സ്റ്റാമിന ഉണ്ട്, എനിക്കതില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വയ്യാണ്ട് പെട്ടെന്ന് സരിതനെ കൊണ്ടുവന്നിട്ട് കൃഷിപ്പണി പഠിപ്പിക്കാനും പോകണില്ലേ അങ്ങനെ. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.